ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണി തീർന്ന് കിടക്കുകയാണ്. ഇന്ന് ബിൽ സെറ്റിംഗ് ദിവസമാണ്. അതായത് നമുക്ക് അങ്ങനെ ലേബർ ആയിരിക്കുന്നത് 23,000 സംതിങ് രൂപയാണ്. അതേപോലെ തന്നെ ഇപ്പം മെക്കാനിക്കൽ പാർട്സ് മേടിച്ച ലേബർ അയക്കുന്നത് 18 സംതിങ് ആണ്. അതിൽ 6,000 സംതിങ് ഒരു മറ്റേ ബ്രേക്കിൻ്റെ സാധനം മേടിച്ചതിൻ്റെയാണ്. അതുകൂടാതെ നമ്മുടെ ഇന്ന് പാർട്സ് മേടിച്ചതിന് ബില്ലും കൂടെ തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. നമ്മൾ നേരെ കുറച്ച് പരിപാടിയുണ്ട്. പ്രിൻസാറിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ബേക്കിൽ ടയർ ഫിറ്റിങ് കുറച്ച് പരിപാടി, പെയിൻ്റ് ഒന്ന് ചെറിയ കറക്ഷൻ പരിപാടി. അതിന് ശേഷം നമ്മൾ നേരെ തിരുവല്ലയ്ക്ക് പോകും. അപ്പം ആൻഡ്രി ചേട്ടൻ്റെയും മറ്റേ ചേട്ടൻ്റെയും കൂടെ ബില്ല് 18 സംതിങ് ആയിരുന്നെന്നാണ് എൻ്റെ. പിന്നെ അതേപോലെ ഇന്ന് നമ്മൾ ഇലക്ട്രിക്കിൻ്റെ ബില്ല് ഏകദേശം 3,000 രൂപ. അതാണ് നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വർക്കിന് നമ്മൾ ചിലവാക്കിയിരിക്കുന്നത്. പെയിൻറ്റിങ് മറ്റ് സംഭവങ്ങളെല്ലാം കൂടെ ഒരു 10 രൂപ അത്ര ഒറ്റങ്ങാനാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ. പക്ഷേ നമുക്കിനിയും പിന്നെ ഇലക്ട്രിക്കൽ പരിപാടികൾ ബാക്കിയുണ്ട്. കാരണം അതിൻ്റെ എന്താ പറയുക, ഇത് അതായത് എൻജിൻ ബ്രേക്കിൻ്റെ, അതുപോലെ തന്നെ അതിൻ്റെ ടാങ്ക് ചേഞ്ചിങ്ങിൻ്റെ അങ്ങനെ കുറച്ച് പരിപാടി, ഗേജ്, അങ്ങനെ കുറച്ച് പരിപാടി തീർക്കാൻ പറ്റിയില്ല. അത് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ A1ലേക്ക് പോവാണ്. നമ്മൾ മേടിച്ച പാർട്സിൻ്റെ ഏകദേശം 30,000 രൂപയുടെ പാർട്സ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. പണിത്താണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോകണം. എന്താവും എങ്ങനെയാവും എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും അവിടെ ചെല്ലട്ടെ. എന്തായാലും നമുക്ക് അവിടെ ചെന്ന് പരിപാടി തീർത്തിട്ടാണ് ബാക്കി പരിപാടികൾ ചെയ്യാൻ വേണ്ടി. എല്ലാം തീർന്നാണ് വണ്ടി അവിടെ കിടക്കുന്നത് കേട്ടോ. ഗൈസ്, ഞങ്ങൾ ശരിക്കും എവിടുന്നാ വന്നത് നിങ്ങൾ പറയാൻ പറഞ്ഞത്. എൻ്റെ 17 Pro Max സർവീസിന് കൊടുത്തു. ഹാർഡ് ഡിസ്ക് സാധനം എപ്പിസോഡൊക്കെ അതിൻ്റെ അകത്തുള്ള ദൈവമേ ഒന്ന് പറ്റായിരുന്നാൽ മതിയായിരുന്നു. എപ്പിസോഡ് പോകും. അല്ല, ഇന്ന് എപ്പിസോഡ് ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് എല്ലാം ഞാൻ എൻ്റെ സേഫായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാവും അറിയത്തില്ല. എൻ്റെ 4,000 ഫോട്ടോസ് മാത്രമേ നമ്മൾ അതിൽ നിന്ന് ഇപ്പുറത്തോട്ട് മാറ്റുന്നുള്ളൂ. കാരണം ഞങ്ങൾ പല രാജ്യത്ത് പോയപ്പോൾ എടുത്ത ഫോട്ടോസ് വേറൊന്നുമില്ല. അപ്പോൾ നേരെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്രോക്സിമേറ്റ് നമുക്കിനിയും കുറച്ച് യാത്ര ചെയ്യാനുണ്ട് കേട്ടോ ഫ്രണ്ടിലേക്ക്. കേബിൾ കിട്ടി. ഏത് വണ്ടിയുടെയാ? അപ്പോൾ ഇത് അത്ര നീളമുണ്ടോ എൻ്റെ ചേട്ടാ? താടി പിടിച്ചോ? സേവ് ചെയ്തോ? ഓ, കേബിള് കിട്ടി. ഇതിപ്പം കിട്ടാ പോരെ? ഇതെന്നാന്ന് പറഞ്ഞത്? എൻ്റെ ചേട്ടത്തിന് പണിയുണ്ടോ? എനിക്ക് ചെറിയൊരു കേസുണ്ട്, കുഴപ്പമില്ല, നോക്കാതെ. അല്ല, ഇതെന്നാ പറയുന്നത്? കേബിള് അല്ല, കേബിൾ കിട്ടി. മോട്ടർ എന്നാ പറയുന്നത്? ആ പണി കഴിഞ്ഞു. കൂടെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പക്ഷെ മോട്ടറിന് വൈപ്പറില്ലാതെ അങ്ങനെ പോകൂടാ. തീർത്തില്ലാതെ അങ്ങനെ പോവും. നമ്മുടെ പഴയത് ഇവിടെ ഉണ്ടായിരുന്നോ? ഗേജ് തന്നെ, ഫ്ലോട്ട് തന്നെ. ഫ്ലോട്ട് അതിപ്പോ വലിയ വിഷയമില്ല. മോട്ടറാണ്, വൈപ്പർ മോട്ടറാണ് അത്യാവശ്യം വേണ്ടത്. ഇതും 2 ദിവസം എടുക്കും അല്ലേ? ലോഡ് പിടിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ വരും ചിലപ്പോൾ. നമ്മൾ തിരക്ക് പിടിച്ച് കയറ്റി കഴിഞ്ഞാൽ സാധനം കിട്ടണം. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ഇത് തന്നെയാണോ സംശയമുണ്ട് കേട്ടോ. ഇതിൽ നീളം കൂടിയതാണോ സ്റ്റാലിനെ സംശയമുണ്ട്. അല്ല, അത് അന്ന് കയറ്റിയത് വേറെ തൽക്കാലത്തേക്ക് വേറെ കയറ്റിയതാ. ഇത് മേളൊക്കെ ടോപ്പൊക്കെ ഇത് തന്നെ. യെസ് യെസ് യെസ്. ആൻഡ് ചേട്ടാ, ഇതെന്തായാലും നമുക്കിപ്പോൾ സഡനി കിട്ടുമല്ലോ. അവിടെ നിൽക്കട്ടെ. ഇത് പാൻഡച്ചാണ് ഇട്ട് തരാൻ വേണ്ടി ഉപകാരം. എന്നിട്ട് ഞാൻ നേരെ പോവാ, ഇരുമ്പനത്തിനോട് പോവാ. എന്നിട്ട് ഞാൻ തിരുവല്ലയിൽ പോയിട്ട് വരുമ്പോൾ എന്തായാലും പോയി വരുമ്പോൾ ചെയ്തോ. എന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. വരുവാണെങ്കിൽ പറയണേ. ഫ്ലോട്ട് പെൻഡിങ് വെക്കാം. ആയിക്കോട്ടെ. എന്നാ ബില്ലൊന്ന് അടിച്ചോ. പൈപ്പ്, പിന്നെ പിടിപ്പിക്കുന്ന ലാട്ടിലൂട്ട് സാധനങ്ങൾ. പിന്നെ അതൊക്കെ നോക്കിട്ട് 10,000 പരമാവധി നമ്മൾ എടുത്ത പാസുകൾ നമുക്ക് കുറേ അധികം ബാക്കി വന്നേ തിരിച്ചു വെക്കുവാണ്. അത് തിരിച്ചു വെക്കുന്നതായിരിക്കും നമുക്ക്. പിന്നെ അതുകൂടാതെ ഇത് കണ്ടോ, ഈ കാണുന്ന ക്ലിപ്പുകൾ, ഇത് കണ്ടോ, ഇതുപോലത്തെ സാധനങ്ങൾ
സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചു വെക്കും. അങ്ങനത്തെ കുറേ സാധനം ബാക്കി വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ള എല്ലാ സാധനങ്ങളും നമ്മൾ തിരിച്ചു വെക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതാ ഇത് കിട്ടിയത് എന്തായാലും വളരെ 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 ഇത് എവിടെയെല്ലാം നമ്മൾ തപ്പി ചേട്ടാ ഇതിട്ട് എൻ്റെ സ്പീഡോമീറ്റർ കറക്കണം. അല്ല അതിന്റെ ആ മീറ്ററിന് തന്നെ മീറ്റർ പുതിയതാ നല്ല മീറ്റർ ആയിരിക്കുമോ? സ്പീഡോമീറ്റർ പുതിയത് ജയിക്കോന്നു മേടിച്ച അത് ഇതാണ് പുതിയത് ഫ്യൂവൽ മീറ്റർ ആണോ? സ്റ്റാലിന്റെ സ്പീഡോമീറ്ററിന് എത്ര രൂപ? വെറുതെ ചോദിക്കാനാ? അല്ലല്ല അതാ ആ ആ ആ ആ ആ അല്ലല്ല അതിനകത്ത് തന്നെ മറ്റേ ഇതൊക്കെ ഉള്ള കിലോമീറ്ററുള്ള ആ ആ ഓക്കെ. കാരണം പരിചയമുള്ള കടയിൽ അറിയാവുന്ന ആൾക്കാർക്ക് പോയി കഴിഞ്ഞാൽ പ്രത്യേകത അല്ലല്ലേ റിട്ടേൺ കൊടുക്കും. പരിചയമുള്ള കടയിൽ അറിയാവുന്ന കട വന്നുള്ള ഗുണം ഇതാണ്, റിട്ടേൺ നടക്കുവേ. സാധനങ്ങൾ ബാക്കി വന്നാലേ അത് നിങ്ങളിങ്ങനെ തമ്മിൽ ഇതുള്ളതുകൊണ്ട് പുതിയൊരാൾ വന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇത് നിങ്ങൾ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ നടക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞോട്ടെ, പുതിയൊരാൾ വന്നാണ് നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടി എടുത്ത് കൊടുക്കുമോ? ഇല്ല. ആ അതായത് ഇപ്പം ആൻഡ്രച്ചാനെ പോലെ പഴയ ആൾക്കാരെ ഒഴിവാക്കാൻ പറ്റില്ല, കാരണം പണ്ട് പോലെ എടുക്കുന്ന ആ അങ്ങനെ കിട്ടുന്നതല്ല. ഈ സാധനം കിട്ടണല്ലോ ഇഷ്ടം വരയ്ക്കണം ആണല്ലേ? ആ ഞാൻ മേടിച്ചു. ആ കാലടി പോയി കിട്ടി. ചേട്ടാ മറ്റേ ഇതെന്തായാലും ഒപ്പിക്കണം, വേറെ വകുപ്പൊന്നും. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. വരുവാണ് ആൻറ്റിച്ചേട്ടനെ വിളിക്കണേ കേട്ടോ. ഇതെനിക്ക് എവിടുന്ന് വിടാമല്ലോ. ആ ആ ആയിക്കോട്ടെ ഓക്കെ. ആയിക്കോട്ടെ കിട്ടും. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ പൈസ കൊടുത്ത് തിരിച്ചു പോവാണ്. 21,800 രൂപയുടെ സാധനം. ആ 21,000 രൂപയുടെ സാധനം. കാർഡായതുകൊണ്ട് 800 രൂപ കൂടുതൽ. അപ്പം 21,000 രൂപയുടെ സാധനവും പിന്നെ നമുക്ക് 18,000 രൂപ ലേബറും. ഇത്രയാണ് നമുക്ക് ഈ വണ്ടിപ്പണിയിൽ ഇത്രയും ദിവസത്തിൽ വന്നത്. എന്തായാലും നമ്മുടെ പരിപാടി കഴിഞ്ഞു, സന്തോഷമായി. അവസാനം നമ്മൾ പ്രതീക്ഷിച്ച് നമ്മുടെ സ്പീഡോമീറ്റർ കേബിൾ ഒരു വൈപ്പർ മാത്രമേ ഇല്ലെന്നുള്ളൂ. മഴക്കാലം ആയതുകൊണ്ട് വൈപ്പർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കാരണം പേടിക്കണ്ടല്ലോ. പിന്നെ കാരണം വൈപ്പർ ഇല്ലല്ലോ. 2-3 ദിവസങ്ങളിൽ വൈപ്പർ വരുമെന്ന് പറഞ്ഞപ്പോൾ തരാന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഇല്ല. നമുക്ക് നല്ല പൈസ A1 ഇത്രയും പൈസ വരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് പിന്നെ അവസാനം വലിയൊരു ബില്ല് വരുന്നത് 30,000 രൂപ 30,000 രൂപയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അല്ല, നമുക്കൊരു നല്ല ഇതിൽ ആദ്യമായിട്ടാണ് MRPയിൽ കുറഞ്ഞ പാർട്സ് കിട്ടുന്നത്. പുള്ളിക്കാരൻ നമ്മളവിടെ ഒരു ഇതിൽ സ്നേഹം ഒരു ഇതിലാണ് സാധനം തന്നത്. പിന്നെ ആൻഡ്രി ചേട്ടനായിട്ടുള്ള ബന്ധം അത് പുള്ളി പറഞ്ഞു കേട്ടില്ലേ, അവരിത്രയും വർഷത്തെ ഇതുള്ളതുകൊണ്ട് ഇപ്പം ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ശരിയാണ്. അങ്ങനെയാണ് ഈ സാധനങ്ങൾ കിട്ടുന്നത്. അപ്പം നമ്മൾ അങ്ങനെ എന്താ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടൂല. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ. നമ്മൾ ചെല്ലേണ്ട ആൾക്കാർ നമ്മളെപ്പോഴും പഴയ മെക്കാനിക്കൽ ഇങ്ങനത്തെ വണ്ടി പണി എന്ത് പഴയ മെക്കാനിക്കലിനെ കൊണ്ട് പണിതിട്ടേ കാര്യമുള്ളൂ. പിന്നെ ക്ഷമ വേണം. വേറെ വണ്ടികളൊക്കെ പിടിച്ചിട്ട് ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഈ വണ്ടി പണിയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പണി നടക്കൂല. അപ്പോൾ നമ്മൾ ഇപ്പം മെട്രോ പില്ലർ 111 പോയി അതിൻ്റെ ചേട്ടൻ സ്പീഡോമീറ്റർ ഇടുന്ന സമയം കൊണ്ട് നമുക്ക് സ്പീഡോമീറ്റർ കേബിൾ ആരെടുത്തോ? നമ്മുടെ അടുത്തല്ലേ? ഷോ അപ്പം നമ്മൾ എന്നാലും ഇടാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം ഇനി ആപ്പിൾ വരെ ഒന്ന് പോകണം. ആപ്പിളും കൂടെ പോയിട്ട് നേരെ നമുക്ക് പോയി വണ്ടി എടുത്തിട്ട് നേരെ ഇരുമ്പനത്തോട്ട് പോകണം. ഇരുമ്പനത്തെ പരിപാടി ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. അതിനാ സമയം ഓടിച്ചെത്തുന്നതിന് 5 മണി കഴിയും. അല്ല പ്രിൻസേട്ടനോട് വിളിച്ചു പറ, അവരോട് നിൽക്കാൻ പറ്റുമോ ചോദിക്കാം. ഞങ്ങളൊരു 1.5 മണിക്കൂറിനുള്ളിൽ അവിടെ വരും, പറയാം, ചെയ്തു തരാൻ പറ്റുമോ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നല്ലതാണ്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ആൻഡ്രിച്ചാൻ്റെ അടുത്തെത്തി. നമ്മൾ പരിപാടികളും സംഭവങ്ങളും തുടങ്ങാൻ വേണ്ടി പോവാണ്. അതായത് നമ്മുടെ സ്പീഡോമീറ്ററും സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് റെഡി ആയാൽ മതിയായിരുന്നു. ആൻഡ്രിച്ചേട്ടാ കണ്ടിട്ട് എന്താ തോന്നുന്നത്? രക്ഷപ്പെട്ടു. വർക്കാവുമോ? ഇത് മീറ്റർ വരെ ചെല്ലണ്ടേ? ഇവിടുന്ന് മീറ്റർ വരെ ചെല്ലണ്ടേ? എത്തും. ഗൈസ് അതായത് നമുക്ക് കെട്ടി വെക്കാം. എന്തൊക്കെ പണിയെടുത്ത് നിങ്ങളോട് പറഞ്ഞുതരാം. വരൂ. ഇത് നമ്മൾ ആദ്യം മാറ്റിയ സാധനമാണ് ഇത്. നോക്കിയേ, അതായത് ഡീസലിന് വെള്ളത്തിൻ്റെ അളവുണ്ടെങ്കിൽ അതിനെ സെറ്റപ്പ് ചെയ്യുന്ന സാധനം. ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഊരി മാറി. പിന്നെ അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന 2 ഡീസൽ ഫിൽറ്റർ നമ്മൾ ക്ലീനാക്കി അത് ഊരി മാറ്റി എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഈ വണ്ടിയിലെ വെള്ളത്തിൻ്റെ എല്ലാ പൈപ്പുകളും കട്ട് ചെയ്തിട്ടിരുന്നായിരുന്നു.
അതെല്ലാം നമ്മൾ മാറ്റി. പിന്നെ ഇത് പവർ സ്റ്റിയറിംഗ് ഓയിലിൻ്റെ സംഭവമാണ്, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ പണി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഓടിച്ച് നോക്കിയാൽ നമുക്ക് ടെസ്റ്റിങ് സംഭവങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ ബേക്കിൻ്റെ കടി നമ്മൾ മാറ്റി. അതായത് അതിനെന്നായിരുന്നു ആൻ്റെ ചേട്ടാ പറയുന്നത്? ചേമ്പർ, കുറ്റി, ബ്രാക്കർ, പിന്നെ ചീച്ചി സൗണ്ട് ഉണ്ടാക്കി. അതെ, ഇതാണ് ഇതിൻ്റെ ടാങ്ക് കേട്ടോ. ഈ ടാങ്ക് നമ്മൾ വൃത്തിയാക്കി. പിന്നെ ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവൻ്റെ സ്നേഹപ്രകടനം കാരണം അവൻ ചെയ്തു തന്നാണ്, മാർക്കറിൽ ചെയ്താണ് ഈ സംഭവം. പിന്നെ അതേപോലെ തന്നെ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചാൽ എന്തൊക്കെ നമ്മൾ ചെയ്തു, ഏതൊക്കെ ചെയ്തു എന്നുള്ളത്. എന്തിനാണ് ആൻറ്റി ചേട്ടാ ഓയിൽ പ്രശ്നം നോക്കിയായിരുന്നോ? രാവിലെ നോക്കിയായിരുന്നു ആൻറ്റി ചേട്ടാ? അല്ല സോറി, ഞാൻ പറഞ്ഞ് മാറിപ്പോയി. എയർ ആണോ? ശരിയാ. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇന്നലെ അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആൻറ്റി ചേട്ടൻ വണ്ടി പൊക്കി വെച്ചാക്കുന്നല്ലേ? ആ ഓക്കെ. അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരാൻ നേരത്ത് അങ്ങനെ ഒരുപ്പെട്ട കുറേ പരിപാടി ചെയ്തു. ഞാൻ തന്നെ മറന്നുപോയി, കാരണം എനിക്കിതിപ്പം എക്സ്ട്രോസ് അടിക്കാൻ പോകണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് താത്തി കഴിഞ്ഞാൽ ഇത് ആസ്പയാണല്ലോ അടിച്ച്. ഇത് പോയി കേട്ടോ ലിബി, അത് അതിനുള്ള ഉണ്ടാവുള്ളൂ. ഈ അടിയിൽ ഇത് മാറ്റണമെന്നാണ് ലിബിൻ പറഞ്ഞത്. ലിബിൻ ഭയങ്കര പ്രതിഷേധം. അടിയിൽ കാണിച്ചു കൊടുക്കും ഇത്. പിന്നെ ഈ ഗ്രില്ലും മാറണമെന്നാണ് ലിബിൻ പറഞ്ഞത്. ഈ മേളത്ത് ഇത് ലൈനും ഇത് കളയുമില്ല. ഇതല്ലെന്ന് ഇത് കളയൂല. ഇതിരുന്നോട്ടെ, ബാക്കി വേണേൽ കളയാം. ഈ ഒരു ലൈൻ ഇവിടെ ഇരുന്നോട്ടെ കൈസ്. ഇതും കളയൂല കേട്ടോ. ഏതാ? ഇതും ആ നടുക്കതേം കളയൂല. ഇത് വേണേ കളയാം. ഏതെടുക്കത്തെ? ഇത് ആ ഗ്രില്ലില്ല. ആ സാധനം ഭയങ്കര ബോറാ കേട്ടോ. ഏതാ? ഇത് കളയാം. ഇതും ബോറാ, ഇതും ആ ബോറാണ്, കുഴപ്പമില്ല. പിന്നെ ഇതും കളയാന്നോ? ഏതാ? അതവിടെ ബാക്കിയെല്ലാം കളഞ്ഞു. അടിയിലെ കളയാനോ കളഞ്ഞോ? അത് സമ്മതിക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഉള്ളിലേക്ക് വന്നിട്ട് നിങ്ങൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കൈസ്, എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത്. അതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ മനുവിന്. അതായത് ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എത്ര ദിവസമാണ് വണ്ടി കിടക്കാൻ തുടങ്ങിയിട്ട്? 5 അല്ലേ? ഇത് 6ാമത്തെ ദിവസമാണ് വണ്ടി കിടക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. അപ്പം ഈ 6ാമത്തെ ദിവസത്തിനുള്ളിൽ നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇവിടെ ഒരു ചെറിയ പനിപ്പുണ്ട്, പക്ഷേ അത് ആൻറ്റി ചേട്ടൻ പറയുന്നത് മേളിൽ നിന്ന് വരുന്ന പൈപ്പിൻ്റെ ആണ് ആൻറ്റി ചേട്ടൻ പറയുന്നത് അല്ലേ? പിന്നെ ആ ഇതില്ലേ ഓല് വെച്ച് ടൈറ്റാക്കി, പിന്നെ ടർബോക്കി പിന്നെ ഓടിക്കുമ്പോൾ അറിയാം എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും. നമ്മുടെ ഒരു മേൽഭാഗത്തിൻ്റെ ഒരു ടർബോ തൊട്ടിട്ടില്ല, നോസിൽ തൊട്ടിട്ടില്ല, അതേപോലെ തന്നെ മറ്റേ ഇത് തൊട്ടിട്ടില്ല, അതായത് പമ്പ് തൊട്ടിട്ടില്ല. പമ്പ് കൂറണം. ഇവിടുത്തെ ലൈറ്റ് ശരിയാക്കാൻ കുറേ ലൈറ്റ് ഇലക്ട്രിക്കൽ വർക്ക് കുറേ ഉണ്ട് കേട്ടോ. ഈ ഇലക്ട്രിക്കൽ ഇതെന്നാണെന്നറിയാമോ? അത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അറിയുന്നതാണെന്ന് തോന്നുന്നു. അതൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ എൻജിൻ, അത് അടുത്ത ഇലക്ട്രീഷ്യൻ പരിപാടി വെക്കാൻ നേരത്തെ അവൻ്റെ എൻജിൻ ബ്രേക്ക് സെറ്റ് ആക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് ഇലക്ട്രിക്കൽ വർക്കിൽ തന്നെ അല്ലേ? പിന്നെ വേറെ തന്നെ ഉള്ള അത് തന്നെ എൻജിൻ ബ്രേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. എവിടെയാണെന്നറിയാം പൈപ്പ് വരാൻ പോകുന്നത്? അതിലെടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഒന്നിങ്ങനെ ഒന്നങ്ങനെ. പക്ഷേ ഇതിനകത്തൊരു സംഭവം ഞാൻ പറയട്ടെ, ഇത്രയും ഭാഗത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ടയർ കയറ്റുന്ന ടയർ കയറ്റി പിന്നെ എക്സോസ് അവിടെ ഇട്ടിക്കാൻ പറ്റുമോ? അതും കൂടെ നോക്കണം. ശരിയാണ്. അല്ല പുറത്തൂടെ എടുക്കണം, വെൽട്ടർ ചെയ്തിട്ട് പുറത്തൂടെ എടുക്കണം. എങ്ങനെ പുറത്തൂടെ എടുത്ത് വെക്കാൻ പറ്റും? ഏതാ പുറത്തൂടെ എടുത്ത് വെക്കാൻ പറ്റും? നീ ഉദ്ദേശിച്ച പൈപ്പല്ലേ? അടിയിൽ കൂടെയാണ് ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഏതാ? 2 പൈപ്പ് കൂടെ. പക്ഷേ മേളിൽ കൂടെ എടുക്കാനത് കോംപ്ലിക്കേഷൻ ഉണ്ട്. അടിയിൽ കൂടെ എടുത്ത് ഗ്യാപ്പില്ലടാ ഇതിനെ. എന്താ ചെയ്യാ? കൂളുണ്ടാക്കി കേട്ടോ ഫുള്ള്. ചേട്ടാ കൂളുണ്ടല്ലേ? എത്ര ലിറ്റർ വേണം? പിന്നെ വെള്ളം ഒഴിച്ചോ? എത്ര മൊത്തം എത്ര എടുക്കണം? എത്രയായി കാണും? അല്ല ടോട്ടൽ നമ്മുടെ എത്ര കപ്പാസിറ്റി? 16 ലിറ്റർ ആയിരിക്കും അല്ലേ? 16 ലിറ്റർ. ഇനിയൊന്നുമില്ല, കേബിൾ ഇവിടെ വരേണ്ട കേസേ ഉള്ളൂ. എന്തി ഞാൻ എടുക്കണോ? ഏതാ? എത്തി. അത് ഇതിലേ വരണോ? ഇത്ര നിയന്ത്രണങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇറങ്ങാം ആൻ്റെ ചേട്ടൻ്റെ അടുത്ത്. ഇത്രയും നിയന്ത്രണങ്ങളും ഇത്രയും കടുത്ത ഇത്. അതെ കറക്റ്റ് എടുക്കണം കേട്ടോ, അല്ലെ പൊട്ടിപ്പോവും. എന്തോരം കഷ്ടപ്പെടുന്നറിയാം ഒരു കേബിളിന് വേണ്ടി. വൈപ്പർ മോട്ടറിന് വേണ്ടി പോലും ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ആ കേബിളിന് വേണ്ടി ശരിക്കും നമ്മൾ കഷ്ടപ്പെടും. കാരണം ആ കേബിൾ ഇല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവും. ശരിയാ. ലോക്ക് ഇടണം, സേഫ് ലോക്ക്. അത് ആൻറ്റിചാൻ ഇട്ടിട്ടില്ലായിരുന്നു. ആൻറ്റിചാൻ ഇടാതെ പണിയെടുത്തത്. ആൾക്കാർ കണ്ണവനം കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ലേ ആൻറ്റിചാൻ ഇപ്പോൾ ഓർപ്പിച്ചേ? അതായത് ഈ സാധനം ഇല്ല, ഈ സാധനം കഴിഞ്ഞാൽ ക്യാബിൻ ലോക്ക് ഇടണം.
അല്ലെങ്കിൽ ക്യാൻ താഴോട്ട് വരും. അറിയും. ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ശരിയായില്ലേ? ഇപ്പൊ അതിനെ മാറ്റി കട്ട് ചെയ്ത് കളഞ്ഞു. വേണ്ട, ഓ കട്ട് ചെയ്ത് കളഞ്ഞ പീസ്. ചെറിയ കഷ്ണം കളഞ്ഞു. മനസ്സിലായി. അപ്പോഴാണ് സംഗതി ഓക്കെ ചെയ്ത്. ഇനി നമുക്ക് സ്പീഡ് അറിയാൻ പറ്റും. RPM ഇല്ലാതെ വണ്ടിയാണ് ഇത്. ആൻ്റെ ചേട്ടാ പഴയ ഒരു വണ്ടിക്ക് RPM ഇല്ല. അത് കയറ്റി വെക്കാൻ പറ്റും, RPM മീറ്റർ വെക്കാലോ. എങ്ങനെ? അത് ഓൾട്ടർനേറ്ററിൽ ഒരു ലൈൻ സെപ്പറേറ്റ് എടുത്താൽ മതി. ഓൾട്ടർനേറ്റർ എന്ന് പറയുമ്പോൾ മറ്റേ ചാർജ് കയറുന്നത്. നാളെ വെക്കണം. അവരുടെ അടുത്ത് മറ്റേ കാറിന് വെക്കുന്ന സ്പെസിഫിക് ആയ സാധനമുണ്ട്. അത് മറ്റേ ലോക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം. അത് നമുക്ക് സെറ്റ് ചെയ്യാം. ചെറിയൊരു ഓപ്ഷൻ അതും ഉണ്ടാവും. അത് മെയിൻ സെപ്പറേറ്റ് ലൈൻ എടുത്ത് കഴിഞ്ഞാൽ ഓർക്കണേ. നാളെ നമുക്ക് വന്നാൽ പിന്നെ ഇതും കൂടെ ചെയ്താക്കാം. പിന്നെ RPM മീറ്ററും കൂടെ സെറ്റ് ചെയ്താക്കാം. അതാ വലിയ ഡിഫിക്കൽട്ടി ഇല്ലാത്ത സംഭവം. എൻ്റെ അഭിപ്രായം എന്നാ? അല്ല അവിടെ ഉണ്ട് അവരുടെ കടയിലുണ്ട്. നമ്മളെന്തിനാ മേടിക്കുന്നത്? അതെ. പിന്നെ എന്തിനാ അങ്ങനെ സാഹചര്യം കാര്യമില്ലല്ലോ. കടയിലുള്ളപ്പോൾ മേടിക്കാം. ഓക്കെ, അവർക്ക് വിഷമം വന്നാലോ? എൻ്റെ ഫോൺ സർവീസിന് കൊടുത്ത് വെക്കണം. എപ്പം കിട്ടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അതിനുവേണ്ടി ഞങ്ങൾ പോട്ടറിന് കൊടുക്കാന്ന് പറഞ്ഞാൽ പോട്ടർ ചേട്ടൻ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ചേട്ടൻ്റെ പേര് റനീഷ് ചേട്ടൻ ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നാണ്. അവൻ ഇവിടെ തന്നെയല്ലേ വീട്? തൃശ്ശൂര്. ഇവിടെ ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഈ സ്ഥലം കണ്ടു വന്നാണ്. 5-6 ദിവസമായി ചേട്ടൻ വരണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇന്നാണ് ചേട്ടൻ വന്നത് കേട്ടോ. ഇന്ന് കുറച്ച് ബിസിയല്ലേ, കുറച്ച് തിരക്ക് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി. എന്തായാലും നിങ്ങളെ കാണാന്ന് വെച്ചു. ആൻഡ്രി ചേട്ടൻ ഇവിടെ പിന്നെ കേബിൾ കൊണ്ടുവന്നു. ഈ ഒരു ഭാഗത്ത് എത്തിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിനെ നമ്മൾ അങ്ങ് കൊണ്ടുപോകണം. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. കൊണ്ടുപോകുന്ന രീതിയുണ്ടോ? ചേസിൻ്റെ ആ കറക്റ്റ് ആൻഡ്രി ചേട്ടൻ എടുക്കുന്ന രീതി ഉണ്ടോണേ. ആ സ്ഥലത്തൂടെ വേണം പോകാൻ വേണ്ടി. എടുക്കാനും വെക്കാനൊക്കെ ചേട്ടൻ അല്ലേ? എടുപ്പ് വെപ്പ് ഇതൊക്കെ ആൻഡ്രി ചേട്ടൻ്റെ കഴിഞ്ഞാൽ ഇതെടുക്കാൻ ഓർക്കണേ. ഇത് നമുക്ക് ആവശ്യം വരും. നമ്മുടെ വണ്ടി മെക്കാനിക്കൽ പണി വരാൻ നേരത്ത് ഇത് ഉപകാരപ്പെടും കേട്ടോ. ആ ഒരു സാധനം മാത്രം. ലൈറ്റ് നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാമല്ലോ. ആ ഒരു സംഭവം മാത്രം. പിന്നെ വേറൊന്നുമില്ല. പിന്നെ ഈ W40 അത് നമുക്ക് ആവശ്യം വരുന്ന സാധനം. വേറൊന്നും നമുക്ക് വേണ്ടായിട്ടില്ല. W40 വേറെ എവിടെയാ? സാധിക്കും. ഇനി ബാക്കി അവിടെയല്ലേ ആൻഡ്രി ചേട്ടൻ കണക്ഷൻ കൊടുക്കുന്നത്? മീറ്ററല്ലേ കണക്ഷൻ കൊടുക്കുന്നത്? സാധിക്കും. ഏകദേശം എത്ര രൂപയുടെ ഇത് ആൻഡ്രി ചേട്ടൻ കൊടുത്താണ്? നമ്മൾ എത്ര രൂപയുടെ കൊടുത്താണ്? 10,000 രൂപ സാധനം കൊടുത്താണ് അല്ലേ? അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഏകദേശം എത്ര കൊടുത്തു കാണും. അത്യാവശ്യം പൈസ കൊടുത്തു, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് തീരൂല. അതാ ഞാൻ ഓർത്തു ഇത്ര എമൗണ്ട്. ഞാൻ ആദ്യം ഞാൻ അവിടെ അടിക്കാൻ നേരത്തെ 0 വിട്ടുപോയി. 48,000 രൂപ. ചേട്ടാ ഒരു സെക്കൻഡ് താത്തല്ലേ, ഒരു സെക്കൻഡ് ഇവരിത് പിടിച്ചേ. ഒരു സെക്കൻഡ് താത്തല്ലേ, വേഗം എടുത്ത് കൊടുക്കട്ടെ. ആ പമ്പിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. ഒരു പമ്പ് ഉണ്ടല്ലോ, ഇത് സർവീസ് ചെയ്യുമ്പോന്നോ ഇതിന് അങ്ങനെ എടുക്കാൻ പറ്റൂലപ്പാ. ഇതിനങ്ങനെ എടുക്കാൻ പറ്റൂല കേട്ടോ. ഞാൻ പറയുന്നാൽ ഏതാ പമ്പിൻ്റെ പണിയുള്ളതാണ്. അപ്പോൾ അത് പമ്പിൻ്റെ ഫോട്ടോ കറക്റ്റ് എടുത്തെടുത്ത് കൊടുക്കാം. അത് ഇവിടെ നിന്ന് എടുക്കുക. എടുത്തു, ഞാൻ ചേട്ടൻ എടുത്ത് കൊടുത്തു. എൻ്റെ ചേട്ടൻ താത്തിക്കും വേണ്ട. ഞാൻ അങ്ങോട്ട് വരാം. എന്നെ പറ്റിയേ ചേട്ടാ? ഇത് ഇതിൻ്റെ ബോഡി അല്ല ചേട്ടാ, ബോഡി മാറ്റി കയറ്റിയതാ. ബോഡി അത് ചേട്ടാ നമ്മളിത് ഊരി എടുത്താണ്. ഇത് വെക്കട്ടല്ലേ? ഇത് വെക്കണ്ട കേട്ടോ, ഇത് മറന്നു പോലെ. മിസ്തുബയുടെ ഈ വാട്ടർ ടാങ്ക് നമ്മുടെ വണ്ടിക്ക് വാട്ടർ ടാങ്ക് ഇല്ല ഇപ്പോൾ? ഇല്ല, ഇത് നമ്മുടെയാ. അത് തന്നെ വാട്ടർ ടാങ്ക്. അന്ന് ആ ഡബ്ബിൻ്റെ അതിട്ട് കൊണ്ട് അല്ല ഇപ്പം വെക്കുന്നുണ്ടോ? തിരിച്ചു വെക്കണം. ഇപ്പം തന്നെ വെക്കാനാ? അണിച്ചേട്ടൻ താത്തു കേട്ടോ. താത്തി വരുവാ. ഇതിങ്ങനെ വരുവുള്ളൂ അല്ലേ എൻ്റെ ചേട്ടാ? നമ്മുടെ ബാക്കിയുള്ള പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല. മറ്റേ ടയറിൻ്റെ പരിപാടി നടക്കൂല. പിന്നെ പെയിന്റ് വന്നു. ആ പരിപാടി പെയിന്റ് ഉണ്ട്. എന്നാൽ ഇവിടെ അടിക്കണ്ട. ഒന്നും സമയം കിട്ടൂല. ഈ ഫ്രണ്ടിലത്തെ ഇത് മാറ്റുന്നില്ല, ഇത് മാറ്റണ്ട പിന്നെ കാര്യമില്ലല്ലോ. ഏതാ ഫുള്ള് മാറ്റണ്ട. ഏത് മാറ്റുന്നില്ലെങ്കിൽ ഈ സാധനം മാറ്റുന്നില്ല പിന്നെ നമ്മൾ മാറ്റുന്നത്. ഈ സാധനം മാറ്റുന്നില്ലേ? അതങ്ങനെ നിൽക്കട്ടെ. അല്ല ഇപ്പൊ മാറ്റണ്ടാന്ന് പിന്നെ മാറ്റിയാൽ പോലെ. നിങ്ങൾ കമന്റ് ബോക്സിന് കമന്റ് അടിക്കണേ. ഈ ഒരു ഇതും ഇവിടെ വണ്ടി ഇട്ടിട്ട് രസം ഉണ്ടോ ഇല്ലോ എന്ന് അടിക്കണേ. അതേപോലെ ഇതും ഏതാ? മനസ്സിലായി. അതിൻ്റെ അകത്ത് വീഴണം. മനസ്സിലായി. അപ്പുറം പോകരുത്. സാധാരണ അപ്പുറത്തേക്ക് പോകരുത്. കാരണം ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മൾ അതും അപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഏകദേശം അടുത്തെത്തുമ്പോൾ നമ്മളത് വലിച്ചോണം.
വലിക്കുക. മറ്റേ വലിക്കണം അല്ലേ? സെക്കൻഡ് ലോക്ക് അല്ലേ? ആ എന്ത് വിട്ടേ? ഇച്ചിരി കൂടി പോയി അവിടെ കേൾക്കാതെ. പക്ഷെ പ്രശ്നമില്ലല്ലോ. നോക്കിയേ, അവിടെ എന്തോ ഒരു അപാകത ഉണ്ടായിരുന്നു. ഇവിടെ ലോക്കായി പോയി. മനസ്സിലായോ? വേണ്ട സെക്കൻഡ് ലോക്ക്. ഇനി ഒരു മിനിറ്റ് ചേട്ടൻ വലിച്ചേ. ഇനി ഒന്നും വേണ്ട, ഇനി കറക്റ്റാ. ലോക്ക് വീണു. ഓക്കെ. ആ സെക്കൻഡ് ലോക്ക് വീഴണം. ഇതും കറക്റ്റായിട്ട് ലോക്കാവും. നമ്മൾ അങ്ങോട്ട് തള്ളണ്ട. മനസ്സിലായി. മറ്റേ തള്ളി വിടലായിരുന്നേ. ഇപ്പം അതൊന്നും വേണ്ട, കറക്റ്റായിട്ട് അതോടെ ലോക്ക് ആയിക്കോളും. ഇത് താഴ്ന്നു കഴിഞ്ഞാൽ ഈ സാധനം റിലീസ് ചെയ്ത് വെക്കുക. നടുക്കോട്ട് വെക്കുക. നടുക്കോട്ട്. ദൈവമേ, താക്കോലെല്ലാം തല്ലിപ്പൊളിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ താക്കോലില്ല ഒന്നിനും. ഇവിടെ താക്കോലില്ല. ഇതിൻ്റെ താക്കോല് തല്ലിപ്പൊളിച്ചില്ലടാ. അപ്പുറത്തന്നെ തല്ലിപ്പൊടിച്ചേ. അപ്പുറത്തന്നെ പൊടിച്ച് ഇത് അഴിച്ചെടുക്കരുത്. അപ്പോൾ അതാ ഇത്. അപ്പുറത്തന്നെ ചെറിയതായല്ലേ പൊളിച്ച്, മറ്റേ അഴിച്ചെടുത്തല്ലേ ഇത്. വലിയ താക്കോല് തല്ലിപ്പൊടിച്ചു. ഇതിൻ്റെയൊക്കെ താക്കോല് നമ്മൾ തല്ലിപ്പൊളി ഓരോന്നിട്ട് അടച്ചു വെക്കണം. ഇതല്ലാടാ തല്ലിപ്പൊളിച്ചേ. ഇത് തല്ലിപ്പൊടിച്ചു. ഇത് താക്കോലിൽ ഇടണം. ഇത് താക്കോലിൽ ഇടണം, അല്ല ഊരിപ്പോവും. ഇപ്പം എന്ത് ചെയ്യും? മറ്റേത് ഊരാം. ആ ടാങ്കിൻ്റെ താക്കോലെടുത്ത് ഇങ്ങോട്ട് ഇടും. ആ ടാങ്കിൻ്റെ അല്ല, അപ്പുറത്ത് വേറെ ഞാൻ കാര്യം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പൊളിച്ചു കളഞ്ഞേ. ആ ലോക്ക് ചെയ്യട്ടോ. തലടിച്ച് കറക്റ്റ് പണ്ടാരം അടയ്ക്കുമ്പോഴെല്ലാം പ്രശ്നമാണ്. ഞാനൊരു കേസ് പറയട്ടെ. അവൻ്റെ അടുത്ത് പാച്ചറുണ്ടെന്ന്. പാച്ചറാണ് ഈ പരിപാടി ചെയ്യുന്നത്. പാച്ചറും കൂടി ടയർ കയറ്റിക്കുക. ആരുടെ അടുത്താ? ഈ മറ്റേ അവൻ്റെ അടുത്ത് നിന്ന്. ഇതിപ്പോൾ എങ്ങോട്ടാണ് എൻ്റെ ചേട്ടൻ വിടുന്നത്? അങ്ങനെ തന്നെയാ. ടാങ്ക് ആനിച്ചാണ്ട് ഊരണം, മറ്റോ പിള്ളേർ ഊരി വെച്ചാണോ? മറ്റേ ടാങ്ക് അല്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴോ അത് നിങ്ങളോട് പറഞ്ഞോ? ഒന്ന് പിടിപ്പിച്ചേക്കാൻ. അതൊന്നും വിഷയമുള്ളതായിട്ടില്ല. കറക്റ്റ് അത് കൊണ്ടാ. ഈ സൈഡിൽ എന്തോ ലൈറ്റ്. ആ ലൈറ്റൊന്നും വിറ്റ് കണക്ഷൻ കൊടുത്തില്ലല്ലേ അമ്മമാരെ? അത് പറഞ്ഞില്ല, അവർ പറഞ്ഞു. ഞാൻ എന്തായാലും എടുത്തു വെക്കാം. അത് ഒരെണ്ണം അതിൻ്റെ അകത്ത് ഒരെണ്ണം പുറത്ത് വരിപ്പല്ലേ? ഇനി കുറച്ച് ടാഗുകൾ അവിടെ കെട്ടാണ്ട് അടിക്കാനല്ലേ? ടാഗടിച്ച് പരിപാടി എടുത്ത് കഴിഞ്ഞാൽ പരിപാടി ടാങ്കും പിടിപ്പിച്ച് കഴിഞ്ഞാൽ പരിപാടി ബൈ ബൈ. അല്ല, നമ്മൾ പെട്ടെന്ന് ചെയ്യാനേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇത് ഒരെണ്ണം ഇതെടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് ഇത് മറ്റേ ഇതിനത് തുറക്കുന്നത്. ഇതിനാണ് ആ സാധനം തുറക്കുന്നത്. ഇതിനെടുത്ത് അപ്പുറത്തോട്ട് ഇടുക. ഓരോന്നോരോന്ന് എല്ലാം ടൈറ്റ്. 50 രൂപയുടെ താക്കോലിന് ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഇതിന് വേറെ ടൈപ്പ് എന്തായാലും സാധനം കണ്ടുപിടിക്കണം. താക്കോലല്ലാത്ത ലോക്ക് കണ്ടുപിടിക്കുക. ലോക്ക് വെറും ലോക്ക് ബ്ലിങ്കറ്റിൽ അടിച്ച് നോക്കട്ടെ. ബ്ലിങ്കറ്റിൽ ചിലപ്പോൾ ചെറിയ പൈസക്ക് ലോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അതും കൂടെ ചെയ്തിട്ട് ഇന്നിനും നടക്കൂല കേട്ടോടാ. നേരെ അവിടുന്ന് അവൻ്റെ അടുത്തു നിന്നെല്ലാം ചെയ്യാം. ഒന്നും നടക്കൂല, അതാ പറഞ്ഞത്. ഏതായാലും പെയിന്റ് മാറ്റണ്ട മൊത്തത്തിൽ. അപ്പോൾ അത് അവിടുന്ന് അടിക്കുക. അപ്പുറം ഏതായാലും പാച്ചറാണ്. അവിടെ ഉണ്ട്. ഞാനൊരു കേസ് പാച്ചന്മാരുണ്ട് അവിടെ. അവിടെ പാച്ചറാണ് ഇത് ചെയ്യുന്നത്. ആ പാച്ചറിനെ കൊണ്ട് തന്നെ കട്ട് ചെയ്യിപ്പിച്ചാൽ പോരെ? മനു പാച്ചറിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അതെ, അവരെ കൊണ്ട് തന്നെ ടയറും കയറ്റിച്ചാൽ പോരെ? മതി. അല്ലെങ്കിൽ ടയറും കയറ്റിച്ച് നീ മരണം പിടിച്ച് അവിടെ പേര് ഓടി അടിക്കുന്ന കറുപ്പ് അവിടെ പെയിൻറ്റർമാരുണ്ടാവും. അപ്പോൾ അതും ചെയ്യിക്കാം. ഇനി അവിടെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് അടിക്കാം. നമ്മൾ നേരെ ഇങ്ങോട്ട് ചേതക്കെടുക്കാൻ എന്തായാലും വരണമല്ലോ. ചേത കൊണ്ടുവന്നില്ലല്ലോ, ബാധ്യയാവും. അത് വന്നിട്ട് ചെയ്യാതെ നല്ല തുറക്കൂല കേട്ടോ. തുറക്കൂല കേട്ടോടാ. അവിടെ എന്തെങ്കിലും ലോക്ക് മേടിക്കാൻ വേണ്ട. ലോക്ക് മേടിക്കാൻ പറ്റും. അല്ല, ചിലപ്പോൾ 20 രൂപ 30 രൂപയ്ക്ക് ലോക്ക് കിട്ടും. നല്ലത് 30 രൂപയ്ക്കൊന്നും കിട്ടില്ല. ബ്ലിങ്കറ്റിൽ ലോക്ക് എന്ന് പറഞ്ഞ് അടിച്ചാൽ കിട്ടൂടാ. ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോന്ന് ചോദിച്ചു. ഈ പറഞ്ഞാൽ കഴുകാൻ കൊടുക്കാം. ഏതാ അവിടെ ഗൈസ്, ഇതാണ് നമ്മുടെ അവൻ. അതിനാണ് വന്നത്, ഇലക്ട്രിക്കിന് വന്നത് ഗൈസ്. അതായത് അതെ, ഞങ്ങൾ എമർജൻസി സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിച്ച് പണിയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എന്താണ് വാട്ടാണ് നമുക്ക് ആവശ്യമാണ് ഈ സാധനം. അപ്പോൾ ഇതെന്തായാലും വണ്ടി വേണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഇനി മിറർ ഫിറ്റ് ചെയ്യാൻ ഇതിനകത്ത് വെച്ചോ. പോണ്ട സാധനമല്ല ഇതാ. ഇതിനകത്ത് ഒരു ലൈറ്റ് എവിടെയാന്ന് എടുക്കുക. നമുക്ക് എടുത്തിട്ടാണല്ലോ വണ്ടിയിൽ. ആൻറ്റി ചേട്ടാ, ഇത് എനിക്കുള്ള സ്ഥലം ആണോ ആൻറ്റി ചേട്ടാ? അല്ലല്ലോ, ഇത് വേസ്റ്റാ. ഹോട്ടൽ ലിവിൻ എല്ലാം കൊണ്ട് വേസ്റ്റ് തള്ളി. ഞാനെല്ലാം കൊണ്ട് ഇതിനകത്ത് W40 ഇതല്ല. ഞാൻ ചെറിയ W40 എന്ത് ചെയ്യേ? അതല്ല ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചു. എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചു. പോകുന്നിടത്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പൂട്ടി കേട്ടോ. നമ്മൾ പൈപ്പ് മേൽ വെച്ചിട്ടുണ്ട്. ഇത് പൂട്ടി നമ്മളിന്ന് ഇച്ചിരി വെരി ലേറ്റ് ആയിപ്പോയി. വെരി ലേറ്റ് എന്ന് വെച്ചാൽ നന്നായിട്ട് ലേറ്റ് ആയിപ്പോയി. കാരണം ആ ഫോണിൻ്റെ പുറകെ പോയതാണ്. അത് നേരെ കയറ്റി വെക്കട്ടെ. കുറേ സാധനം താഴെ പോയല്ലോ ഗൈസ്. ഇത് കണ്ടോ, ഇതിന് മാത്രം ഇളക്കം കണ്ടോ?
ആൻറ്റി ചേട്ടാ ഇതിന് നമ്മൾ ഇത് മേടിച്ചെന്തേ ആൻറ്റി ചേട്ടാ? 13 13 നെട്ട് ചെറിയ ടച്ചപ്പ് ഉണ്ടെങ്കിലേ. ആ ഗൈസ്, ഇതിനകത്ത് 2-3 ലൈൻ ഞങ്ങൾ നേരെ തന്നെ ഇടാൻ വേണ്ടി പോകണം. എന്നാ സമയം ഫിറ്റ് ചെയ്ത് വന്നപ്പോൾ രാത്രി ആയപ്പോൾ അവനെല്ലാം കൺഫ്യൂഷനായി. അങ്ങോട്ട് മാറിപ്പോയല്ലേ? കുറച്ച് അവൻ്റെ ടൂൾസ് കൂടെ ഉണ്ടെന്ന് അവൻ പറയുന്നത്. പക്ഷെ ഒന്നും ഇതുവരെ കണ്ടു കിട്ടിയില്ല. അല്ല ആണ്ടിച്ചേട്ടാ, ആണ്ടിച്ചേട്ടനെ വിളിച്ചായിരുന്നു പറഞ്ഞ ആണോ? ടൂൾസ് വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. ഒരു കട്ടിംഗ് പ്ലെയർ വയർ കട്ടർ പോലത്തെ ഒരു സാധനം കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ അകത്തില്ല അവൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? ഇപ്പം നമ്മൾ തന്നെ ഇലക്ട്രീഷ്യനായി. എടാ ഇങ്ങനെ തന്നെ എല്ലാവരും പഠിക്കുന്നത്. ഇലക്ട്രീഷ്യൻ ഒന്നായില്ല. ആണ്ടിച്ചേട്ടൻ ജീവിതത്തിൽ പഠിക്കുള്ളൂ പറഞ്ഞ പണി അതും ചെയ്യേണ്ടി വരുന്നല്ല ഞാൻ. അതാണ് ചേട്ടാ, ഇലക്ട്രീഷ്യൻ പണി ഏറ്റവും തലവേദന പിടിച്ച പണിയാടാ. റിസ്ക്കാ. എല്ലാം തലവേദനയാണ്. ഒരു വണ്ടി ഒരു പണി അത്ര സിമ്പിളായിട്ട് കണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എല്ലാ വണ്ടിയും പണിയും. പിന്നെ അത് കൂട്ടി വയ്പ്പിക്കാൻ എനിക്ക് അറിയത്തില്ല, അതാ പ്രശ്നം. പണി തന്നെ. ഇനി ആണ്ടിച്ചേട്ടൻ വെച്ച് എനിക്ക് ഉപ്പ് കൊള്ളണം. പൊട്ടല്ലേ, വേറെ സാധനം കിട്ടും. അതിന് ഒരു 4x4 സ്വിച്ചും കൂടെ നമുക്ക് വാങ്ങണേ. ഇല്ല, ഓൺലൈനിൽ കിട്ടുന്നല്ലോ പറഞ്ഞു. ഓൺലൈനിൽ കിട്ടൂല കേട്ടോ. ടയർ ഒറിജിനലായിരിക്കില്ല. ഞാൻ 10ാം കോട്ടിൽ നിന്ന് വാങ്ങിയ പോലെ ഇരിക്കും. എന്താ അത്? ഇത് വേണം ഇച്ചിരി ഇറക്കി വെച്ചു. എവിടെ ചെന്ന ലോക്കാണെന്ന് ആ, ഇതിവിടെ നിൽക്കുന്നോണ്ടായിരിക്കും എൻ്റെ ചേട്ടാ. അതൊന്നല്ലോ. ആ, അതിനെ ചാർജറിലൊക്കെ കറണ്ട് കയറുന്നുണ്ടോ നോക്കിയാ? ആ എന്തായിരിക്കും? ഒരടിക്കാണ് പാട്. ഒറ്റ തട്ടിനെല്ലാം ശരി. കിട്ടിയാലോ നേരെ അയ്യോ, അപ്പോൾ അതൊക്കെ അവിടെ അവിടെ കീറാണ്ട്. ഇവിടെ ഇവിടെ ഇങ്ങനെ കുത്തി കയറ്റിയാൽ മതി. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തെന്നു നമ്മൾ സമാധാനം. ഈ എല്ലോ എന്തിൻ്റെ മറ്റേ വയറിങ്ങിൻ്റെ വയറിങ് എന്തായാലും മാറ്റി പണിയണം. കീറിപ്പോഴുണ്ട് ഒരെണ്ണത്തിൽ. ഒരെണ്ണത്തിൽ ഇപ്പോഴുണ്ട് 4 ഉണ്ട്. ഉണ്ടല്ലേ? അതാ ഇറങ്ങിപ്പോകുന്നത് ലൈന്. ഇതിലാണ് ഇറങ്ങിപ്പോ. അല്ല ഇപ്പുറത്തെ പുക നോക്കിക്കടാ. ഇല്ല, സ്ലോ അയ്യോ ഒന്നുകൂടെ എന്തായാലും പൊക്കണം. അതിനാ സ്ലോ സ്പീഡ് ഇച്ചിരി കൂട്ടിക്കണം. ആണോ? സ്റ്റാർട്ടിങ് മാറിയിരുന്നോ? ആ ഡോറ് തടച്ചിട്ടേക്കാം അമിതേ. അമിതേ, വീടിൻ്റെ എന്തായാലും പമ്പിൻ്റെ പരിപാടി എടുക്കണം. ആ, എയർ ആവട്ടെ. ഈ സാധനമൊക്കെ തെളിഞ്ഞിട്ട് ഇതൊരു കുഴപ്പമില്ലായിരുന്നാണല്ലോ. പുക എങ്ങനെയുണ്ട്? ഇതുണ്ടോ? കുറഞ്ഞല്ലേ നേരത്തേക്കാൾ അപേക്ഷിച്ച്? പുകയുണ്ട് പക്ഷെ കുറഞ്ഞു അല്ലേ? കണ്ണെരിയുന്നുണ്ടോ? ഇല്ലല്ലോ. ചെറുതായിട്ട് വലുതായിട്ട് പക്ഷേ എൻ്റെ ചെറിയൊരു ഇച്ചിരി ഒന്നുമില്ല. ആ, ഇത് കാരണം ഓക്കെ. പൊക്കണല്ലേ? അത് പൊക്കുവാണെങ്കിൽ 2 ഞെട്ടും കൂടി. സ്റ്റാർട്ടിങ്ങിൽ ഇത് പൊങ്ങാം അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ ഇത് പൊക്കാം അല്ലേ? ഇപ്പൊ മീറ്റർ ആയാ? ചേട്ടൻ അവിടെ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പുറം ചെയ്യാം. അനുചേട്ടാ മീറ്റർ ആയാ? മീറ്റർ ആയാ? ഓടിയാലേ അറിയുള്ളൂ അല്ലേ? അത് ശരിയാ ഗൈസ്. അവസാന ഘട്ടത്തെ പരിപാടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനുചേട്ടൻ ഞങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള ക്ലാസ് സാധനം നമ്മൾ എടുത്തു വെക്കുക. വണ്ടി മാറി. നിലവിലുള്ള ക്ലാസ് സാധനം ആ പുതിയതോ? ഒന്ന് കാല് കൊടുത്ത് നോക്കി അറിയാം പുക ഉണ്ടോ എന്നുള്ളത്. ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ വണ്ടി. ഈ ഞാൻ എടുത്ത് വെച്ച് പൂട്ടി താക്കോൽ ഊരണം. അത് ഊരിക്കോ, വണ്ടി ഓണി തന്നെ കിടന്നോളും. ഈ പമ്പ് വണ്ടി ആയതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ, വണ്ടി ഓഫ് ആവൂല. കയറുന്നല്ലേ? ഞങ്ങളൊരു എയറോണി ഇതുപോലെ തല്ലിപ്പൊടിച്ചോട്ടെ ഈ ഒച്ച കേട്ടിട്ട്. ഏറി കയറുന്ന ഒച്ച കേട്ടിട്ടേ എയറോണിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് സംഭവം ഇതിനകത്ത് ഏറി കയറുന്നതിൻ്റെ പ്രശ്നമായിരുന്നു. ഇപ്പം അല്ലേ മനസ്സിലായേ? ആ കഴിഞ്ഞില്ല അതിന് സംഭാഗ്യ കഴിഞ്ഞു. ഇനി വണ്ടി നമ്മൾ ഓടിയിട്ട് നമ്മൾ നോക്കിയാൽ മതി. അതിൻ്റെ ഉള്ളൊന്ന് കഴുകണം. അതിൻ്റെ അകത്ത് നിറച്ച് ലീക്കാട്ടോ. ഓയിൽ ഇതല്ലേ? ഭയങ്കര ഓയിൽ വണ്ടി വരുന്നത്. ആ കളിക്കുന്നു. ആ കണ്ടോ ഇപ്പം വണ്ടി റേസിംഗ് എടുത്ത് കറവ പിടിച്ചു. ഇപ്പോഴാണ് വണ്ടി എടുത്തത് കണ്ടോ? അതിനാണ് ചേട്ടാ പോയി ഇപ്പം വണ്ടി എടുത്തു. ആ
കണ്ടോ? അത് ആനച്ചേട്ടൻ ഇത് പൊക്കുമ്പോഴാ അല്ലേ? ഇത്രയും പറ്റില്ലേ? ആ ഇപ്പം ഇത്രയും വിട്ടു. ആ. ഇനി അതിൻ്റെ ആവശ്യമില്ല. ആ ഇത് വലിച്ചു പിടിക്കാം. ആ സെക്കൻഡ് ലോക്ക് അത് പൊങ്ങിപ്പോയി. ഇതിന് പൊക്കിപ്പോയി. ആനച്ചേട്ടൻ വലിച്ചു പിടിച്ച് അതിന് മാറ്റിപ്പിടി മാറ്റി തിരിക്കും. അങ്ങനെ പൊങ്ങാത്ത ആൻറ്റിച്ചേട്ടൻ തന്നെ റൈസ് ആവുന്നുണ്ടോ ആൻറ്റിച്ചേട്ടൻ വണ്ടി? അപ്പൊ ഞാൻ അടിച്ച കറക്റ്റ് അല്ലല്ലേ ആൻറ്റി ചേട്ടാ? കേബിൾ അനങ്ങണതാ. ആ ആൻറ്റി ചേട്ടാ ഞാൻ അടിക്കുന്ന രീതി ശരിയല്ല. ഇത്ര പൊങ്ങി ഇത്ര വർക്ക് ചെയ്യുന്ന ആ മനസ്സിലായി. നമ്മളിതിപ്പോൾ ഇത്രയും വണ്ണുള്ള ആയതുകൊണ്ടാണ് ഇത്രയും പറ്റണത്. ഇത് പിടിച്ചാൽ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. ഞാൻ എന്തായാലും ഇത് പഠിക്കണ്ടേ? പഠിക്കാനല്ലേ പൊങ്ങി. അല്ല അങ്ങനെയല്ല. ലോക്ക് പിടിക്കലാണ് നമുക്ക് അറിയണ്ടത്. ലോക്ക് പിടിച്ചേക്കലാണ് കളി. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ വെള്ളം അടിച്ചെടുക്കുന്ന പോലെ ഇത് എന്തോരം പോകും. ഇനിയും വേണോ? ഇനിയും പോവും. ഞാൻ പറയാം, ഏകദേശം പറയാം. ഈ റാഡ് കണ്ടാ? ആ ഈ റാഡിൻ്റെ അത്ര മുകളിൽ പോകും. ഓ അതല്ലേ നോക്കണ്ടേ ആൻറ്റി ചേട്ടാ? ക്യാബിന് ഒരു പരിധി കഴിയുമ്പോൾ നിർത്തി നിൽക്കും. ഫ്രീ ആവും. ലോക്കായി ഫ്രീ ആവണ ഒരു ലോക്കായി ലോക്കായി. ആ ഒരു എഫക്ട് കിട്ടിയില്ല. ഫ്രീ ആവണം. ആ ടൈറ്റ് മാറുന്നു. ആ. അത് ഞാൻ ഏതാ നിന്ന് മാറ്റുന്നതാണോ ഇങ്ങനെ എടുക്കുന്നതാണോ എന്നല്ലേ? ഇത് വേണേ നമുക്ക് അവിടെ നിന്ന് വേണേൽ ചെയ്യാം. കുടിവെള്ളം ഇല്ല നമ്മുടെ കൂടുതൽ അവിടെ ഇപ്പോൾ അതോ ഇരിക്കുന്നു. സിനിമ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. പ്രിൻസേട്ടൻ അവിടെ നിന്നിട്ടാണ് ചെയ്താൽ പോരാ. രാത്രി ഒരു പണിയില്ലല്ലോ. ആ അല്ല അത് സമാധാനത്തോടെ അത് ചെയ്യാം. പോവുകയാണെങ്കിൽ ഇപ്പം കൊണ്ടുപോകാന്നാ എന്തായാലും 5 മണിയാവും അവിടെ എത്തും. ആ അല്ല ഇത് പ്രിൻസേട്ടൻ അവിടെ നിന്ന് ഇപ്പോൾ സമാധാനത്തോടെ ചെയ്യാമല്ലോ. ഇവിടെ അവിടെ നിൽക്കാൻ സ്ഥലമില്ലല്ലോ. ഞാൻ ചെയ്തോളും. പ്രിൻസിഡന്റ് അടുത്ത് സമയം നീതി ചെയ്താൽ മതി. ഞാൻ ചേട്ടൻ പൊക്കി കഴിഞ്ഞാൽ റിലീസ് ചെയ്തേക്കണം. പൊക്കിയാലും ഇതിനിടയിൽ പാട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കണം. ആ പൊക്കിയാലും താത്തിയാലും നടുക്കോട്ട് വെക്കണം. ഓർക്കണം കേട്ടോടാ, അത് ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. ഇത് താഴോട്ട് വീഴും. ഒരു അടി ചോദിച്ചാൽ എൻ്റെ ചേട്ടനോട് ബെൽറ്റ് ലൂസാ. ബെൽറ്റ് ലൂസാ. ആൻറ്റി ചേട്ടാ ബെൽറ്റ് ലൂസാ. ബെൽറ്റ് ലൂസാ. ബെൽറ്റ് ലൂസാ. സൗണ്ട് വ്യത്യാസം. ഒരു സൗണ്ട് വ്യത്യാസം കൂട്ടി. ആ അല്ലെങ്കിൽ നമ്മൾ സ്റ്റീറിംഗ് ഇപ്പൊ തള്ളി. ഔട്ടടി 10 മിനിറ്റ് എടുത്തു. 10 മിനിറ്റ് ആയില്ല. 10 മിനിറ്റ് ആയി. എടാ ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എത്ര മിനിറ്റ് ആയി? 10 മിനിറ്റ് ആയില്ലേ? എനിക്കൊന്ന് ടാങ്ക് ഇല്ലല്ലോ. 4 ടാങ്ക് കയറണം. സൗണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റല്ലേ? നേരത്തെ അതുപോലും ഇല്ല. മൊത്തത്തിൽ ഏകദേശം ഹാപ്പി അല്ലേ? ആ അല്ല ഞാൻ സംശയിക്കണം. അത് അങ്ങനെ തന്നെയാണ് ആൻറ്റി ചേട്ടാ. ആ പിന്നെ ബെൽറ്റ് അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ കറക്റ്റാ. അത് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സ്ലിപ്പിംഗ് സൗണ്ട് കേൾക്കും. മറ്റേ സൗണ്ട് അല്ലേ നമ്മുടെ മറ്റേ ഉള്ള പോലെ. അല്ല പേടിക്കേണ്ട കാര്യമില്ല. ഇതിപ്പം നിങ്ങളുടെ ചുറ്റുവട്ടത്തെ വണ്ടി ഉള്ളത് നമ്മൾ പേടിക്കണ്ട. അല്ല ആൻറ്റൻ്റെ ചുറ്റുവട്ടത്താണ് വണ്ടി കിടന്ന് ഓടുന്നത്. പേടിക്കുക വേണ്ട. അങ്ങനെ വരുമ്പോൾ ആ ബെൽറ്റ് നോക്കിയാൽ മതി. ആ ഓവർടേക്ക് ആക്കാൻ പാടില്ല. ആ മറ്റേ അത് കറക്റ്റായിരുന്നു. മറ്റേത് മറ്റേ കേബിൾ കൊടുത്തത് മറ്റേ അല്ല അത് കറക്റ്റായിരുന്നോ? സാധനം കറക്റ്റാണ്. ഇനി നമ്മൾ വർക്ക് ചെയ്ത് നോക്കണം, ഓടി നോക്കണം. ദൈവമേ ശരിയായാൽ മതിയായിരുന്നു. സ്പീഡോമീറ്റർ ഇല്ലാത്ത ഓടിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ കഞ്ഞിക്ക് വെള്ളമില്ലാത്ത പോലെ. ചേട്ടാ ഇതും കൂടി ഉണ്ടായിട്ട് ചേട്ടാ. ആ ടാങ്ക് ഓർക്കണം. പിന്നെ ടാങ്ക് ഓർക്കണം. എന്താ ഓർക്കണ്ടേ? അവന്റെ പേര് മാറ്റി. അവനുള്ള പേര് മാറ്റി. മയിൽക്കുട്ടി. അല്ല ഇവന്റെ പേര് ഷൈനി തിരികിടി. ഇവളാണ് ഷൈനി. അവന് ഷൈനി ഗൈസ് എൻ്റെ വിശ്വസ്തനാ. അതായത് ആ ഇപ്പൊ കറക്റ്റാ സാധനം കിട്ടി. ടാങ്ക് നോക്കണമെന്ന് പറഞ്ഞാൽ എന്തിനാ? എടാ മറ്റേ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം തന്നെ കയറ്റണം. അപ്പോൾ ഓർക്കണമെന്ന് പോകുമ്പോൾ കയറ്റാൻ വേണ്ടി മറക്കല്ലെന്ന്. പിന്നെ അങ്ങനെ വേറെ ഒന്നുമില്ല. ഇനി ഇത് ഓടിക്കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എന്തെങ്കിലും ഉണ്ടോ. ഏത് വണ്ടിക്ക് ആയിക്കോട്ടെ, യൂറോപ്പിൽ കിടക്കുന്ന വണ്ടിക്ക് ആയിക്കോട്ടെ, എവിടെ കിടക്കുന്ന വണ്ടി ആയാലും ഒരു റെക്കോർഡ് സൂക്ഷിക്കാൻ തീരുമാനിച്ചു. വണ്ടിക്കൊരു നമ്മുടെ ഒരു ഓണർ റെക്കോർഡ് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച സാധനമാണ് യൂസർ മാനുവൽ, സർവീസ് മാനുവൽ എന്ന് പറഞ്ഞാൽ ഓണർ മാനുവൽ. എന്താണ് ഞങ്ങളുടെ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കംപ്ലൈൻറ്റ് അവിടെ അത് അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതെ. അല്ലെങ്കിൽ എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ വരാൻ നേരത്ത് കംപ്ലൈൻറ്റ് പിന്നെ നമ്മളത് പറയാൻ മറന്നു പോകും.
അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ ഒന്നും വരില്ല, എല്ലാം പെർഫെക്റ്റ് ആയി. ഇപ്പോൾ ആൻഡ്രിച്ചാൻ ഇതിൻ്റെ അടിയിൽ എന്തൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാ ആൻഡ്രിച്ചാൻ ചെയ്യുന്നത്? എന്നാ ചെയ്യുന്നത്? ആ, ടൈ അടിക്കുന്നത് മറ്റേ സാധനം അല്ലേ? ആൻഡ്രിച്ചാൻ ടൈ അടിക്കുക, മൊത്തം ടൈ അടിച്ച് വൃത്തിയാക്കുക. സ്പീഡോമീറ്റർ വർക്കാവുന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നിൻ്റെ ആളല്ലേ ഇവനെ? എൻ്റെ മനസ്സ് പറയുന്ന വർക്ക് ചെയ്യും. ഗൈസ് ഫൈനലി നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ചോറ് കഴിച്ചു. അപ്പോൾ ഓരോന്നായിട്ട് ചേച്ചി 5 ദിവസം ചോറ് തന്നു ഞങ്ങൾക്ക് അല്ലേ? 5 ദിവസം ചോറ്, മീൻകറി, നല്ല ഭക്ഷണമൊക്കെ തന്നു. അപ്പോൾ അതൊക്കെ ആൻഡ്രിച്ചാൻ്റെ സാധനങ്ങളാണ്. എല്ലാം നോക്കണം, വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ബക്കറ്റ് അവിടെ എടുത്തിട്ടു, പിന്നെ ടോപ്പർ വെച്ചു. അമിത പിടിച്ചോ. നീ ഒരു കണ്ണാടി എടുക്കാൻ മറന്നു വരും. നീ ഒരു കണ്ണാടി എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തു വെച്ചാ? അതിൽ ഒരെണ്ണം പൊട്ടിയില്ലായിരുന്നു ഇവനെ. നോക്കാം നമുക്ക്. ദേഹത്തായാലും മാറിക്കോ. അതിന് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്ന് തള്ളിക്കേ, ഇവിടെ തള്ളു കൂട്ടാ. ആ, വലിച്ചടിക്കുക, വലിച്ചല്ല. ആ, പോരാ. എന്നാൽ ഞാൻ തള്ളാം, നീ ഇത് വെക്കുവാടാ. ഓക്കെ, റെഡിയാണേ? പോരാ, വലി. ഓക്കെ, ഓക്കെ, റെഡി. ഇനി നീ എന്ത് ചെയ്യണം? കയറിപ്പോയിട്ട് പടുത വലിച്ചിട്. ശിഷ്യനെല്ലാം ശിഷ്യത്തെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത കേസ് എന്നെ സംബന്ധിച്ച് ഇവൻ എൻ്റെ 17 Pro Max ഇപ്പം മറ്റേ ആപ്പിളിൽ സർവീസിന് എടുത്തിട്ട് പോർട്ടൽ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിൽക്കുകയാണ്. സാധനം പാട്ട് കേൾക്കുന്നുണ്ട്. അത് ഇതിനകത്ത് പറയുന്ന ഇല്ല എവിടെയോ പാട്ട് കേട്ടോ. എനിക്ക് മൊത്തം സംശയമായി. വീണ്ടും അത് കിളിയാ ആണോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയം പാട്ടുണ്ടോ എന്നുള്ള. കെട്ടിക്കോടാ. അമിത കെട്ട്. നീ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് നിനക്ക് കെട്ടാനൊരു അവസരം കിട്ടിയില്ല എന്ന് നീ പറയരുത്. ഇതടയ്ക്കണം. അതിന് മറ്റേ സാധനം എൻ്റെ ഉള്ളിൽ ഉണ്ടോ നോക്കിയേ? വലിക്കുന്ന സാധനം, ക്യാബിൻ വലിക്കുന്ന സാധനം ഇല്ലേ? അപ്പുറത്തുനിന്ന് എടുക്കണം. ഒന്ന് നോക്കിയാരേ. എടുക്കണ്ട. ആ സാധനങ്ങൾ ടൂൾസ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഇവിടെ കെട്ടണേടാ. ആ, ഇപ്പുറം കെട്ടണം. അല്ല, വേണം അത് കെട്ടാൻ. ഇവിടെ ഉണ്ട് ക്യാബ് വലിക്കുന്ന സാധനം. ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. എന്തിയാ? അവിടെ ഉണ്ട്. ഒന്നും മറന്നിട്ടില്ലല്ലോ. ഏയ്, മറന്നാലും ഇവിടെ ആയതുകൊണ്ട് പേടിക്കണ്ട, മേടിക്കാം. ഇതിൻ്റെ അകത്ത് എവിടെയാ വേണ്ടേ? അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതൊന്ന് ടൈറ്റ് ആക്കുക ഓർക്കണേ. ഇതൊന്നും ഇതിൻ്റെ അകത്ത് വെള്ളം ഓയിലൊക്കെ കയറുന്നുണ്ടല്ലോ. പിന്നെ വേറെണ്ണമുള്ള വേറൊന്നും ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. മറന്നിട്ടില്ലല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇത് എന്നാ അവിടെ ചെന്ന് നടക്കും കേട്ടോ. ഇപ്പം ചെന്നാലും നടക്കും. പക്ഷെ അത് നടക്കാതെയൊന്നുമില്ല, നടക്കും. നമുക്ക് ആ പെയിൻ്റ് ഒന്ന് ഫ്രണ്ടിലെ ആ ബോണറ്റിലെ പെയിൻറ്റ് മാറ്റാം. അതൊരു ഇച്ചിരി അലമ്പാണ്. നീ ഇതിനല്ലേ വരുന്നത്? അമിത് അതിന് വന്നോളൂല്ലേ? ഞാൻ ഇതിനാ പോകുന്നത്. നോക്കടാ, എക്സ്പെൻസീവ് ടയർ, വെള്ള എഴുത്ത്. അത് അതൊന്ന് പെയിന്റും കൂടെ ആക്കാൻ ഓർക്കണേ, അല്ല പൊളിഞ്ഞു പോകും. ഇനി നീ പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടാ ഒരു സബ്സ്ക്രൈബർ വന്നാടാ. അവൻ വന്നിട്ട് എന്നോട് ഇത് മേടിച്ചു കൊടുക്കുമെന്ന് വെച്ചാൽ അത് മേടിച്ചു കൊടുത്തു. അതുകൊണ്ട് അവൻ ഇരുന്ന് ആക്കി മൊത്തം അത് നേരെ എടുത്തു. അവൻ സ്വന്തമായിട്ട് ഫ്രണ്ടിൽ കൊണ്ട് തിരിക്കാൻ പറ്റുമോ? അവിടെ തിരിക്കാം അല്ലേ? മോട്ടറിന്റെ സാധനമുണ്ട്, സാധനം ആക്കുവാണ്. അത് വെക്കാനല്ലേ? അപ്പൊ ഇതിന്റെ അടിയിൽ ഇത് എന്ത് ചെയ്യാൻ ചേട്ടാ? ഇത് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത് ഇതിന്റെ അടപ്പോ? തിരിഞ്ഞു പോയാ ചേട്ടാ? ചേട്ടാ ഇതിന്റെ അടപ്പാണ് ചേട്ടാ. അതിന്റെ അടപ്പ്, ടാങ്കിന്റെ അടപ്പില്ല. ടാങ്കിന് അടപ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ടാങ്കിന്റെ അടപ്പാണ് പ്രശ്നം. അതും പോയി. അടപ്പനെയ്യാ, അടപ്പ് തപ്പി കണ്ടുപിടിക്കണം. എന്നിട്ട് വാടാ തപ്പാൻ വാ. എവിടെയായിരിക്കും? അപ്പുറം തപ്പാം. അപ്പുറമില്ല, ഇവിടുന്ന് കിട്ടിയ സാധനം അവിടുന്ന് ഞാൻ എടുത്തു വെച്ചാ. അപ്പുറമല്ലേ നോക്കണ്ടേ? ഇതന്നെ എൻ്റെ ചേട്ടാ കിട്ടിയോ? ഞാൻ അപ്പുറം നോക്കട്ടെ. ഞാൻ ബ്രേക്ക് ചവിട്ടി വിട്ടെ. കേട്ടു, സൗണ്ട് കേൾക്കുന്നുണ്ടോ?
ചവിട്ട്. ശരിക്കും സെക്കൻഡ് ലോക്കും വേണമെന്നാ പറയുന്നത്. ഇതാരാ തുറന്നേ? ആണിച്ചേട്ടൻ വെള്ളം നിറച്ചാ. നിറച്ചോ? ആ എടാ ഇത് കേട്ടോ കേട്ടോ, സൗണ്ട് കേട്ടോ, ഫീൽ ദ ഹെഡ്ഫോൺ വെച്ചോ, എല്ലാവരും ഹെഡ്ഫോൺ വെച്ചോ. വീഡിയോ കാണുന്നവരല്ലേ ഹെഡ്ഫോൺ വെക്കുക. ഹെഡ്ഫോൺ വെച്ചാൽ മാത്രം അത്ര ക്ലിയർ ഉണ്ടാവുള്ളൂ അല്ലേ? ബേക്കി സൗണ്ട് ഇല്ലേ? ഇതൊക്കെ സൗണ്ട് കുറഞ്ഞ പോലെ. കയറി ചവിട്ടിക്കേ. കയറി ചവിട്ടിക്കേ. ഇത് നല്ല സൗണ്ട് ആയിരുന്നല്ലോ. അടഞ്ഞാ ചവിട്ടിക്ക. ചവിട്ടിക്കാനെ ചവിട്ടിക്ക. ആ ഇപ്പൊ ആയില്ലാമിത്താ കട്ടല്ലേ? സൗണ്ടായി. അതെ ഓണ് ഇലക്ട്രിക്കല് പോയി കേട്ടോ. ഇലക്ട്രിക്കല് പോയി, ഓണ് പോയി, എല്ലാം പോയി. പോയി, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. നോക്കി, ഇതെല്ലാം വർക്കിംഗ് ആയിരുന്നു. ആ ബ്രേക്ക് ഒട്ടും പോകുന്നതാ. പോയി. അതിനെ വിളിച്ചേ. എന്നാ ഞാൻ നിങ്ങളെ പറ്റിച്ചിരിക്കുന്നു. ഞാൻ താക്കോലിട്ടിട്ടില്ല. നിങ്ങളെല്ലാം ഒന്ന് ഞെട്ടിയില്ലേ? സൗണ്ട് ഉണ്ട്. എവിടെ അതിന് ഇത് വെപ്പ്, പൈപ്പ് വെപ്പ്, ഇത് വെപ്പ്, അടുപ്പ് വെപ്പ്. അത് ഓണില്ലാതെ അതിനകത്ത് അടിക്കാം. ഞാൻ ഇത് വെപ്പന്നേ. വാ അടുപ്പ് വെപ്പ്. അമിതേ, ഏറ്റവും നല്ല തപ്പുന്ന ആൾക്കാർക്ക് ഒരു സമ്മാനം തരാം. ഒരു അടപ്പ് പോടാ. ഇതിന് അടുപ്പ് കണ്ടു. അടുപ്പ് തപ്പ്. അടുപ്പ്, മിഷൻ അടപ്പ്, ആടാ മിഷൻ അടപ്പ്. അതിൻ്റെ മേലെ വെക്കുന്നൊരു ടോപ്പല്ലേ? ഇതാണെന്ന് ഇല്ലല്ലേ? വണ്ടി മാറ്റേണ്ടി വരും ഇവിടെ. അടപ്പ് അവിടെ പോയി. വേറൊന്നും സൂട്ടാവുകയോ ഇല്ല അതിന്. വാക്മാൻ്റെ കാലത്ത് ഇറങ്ങിയ സാധനമാണ്. അനുചേട്ടാ ഇച്ചിരി ബേക്ക് ഇറക്കട്ടെ. അനുചേട്ടാ, അനുചേട്ടാ പൊടിക്ക് ബേക്ക് ഇറക്കട്ടെ. ബേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇറങ്ങുമെന്ന് നോക്കട്ടെ. ജീവനെ ഇല്ല, ഇറങ്ങൂല. റോഡില്ല. ആണോ? വണ്ടി റോഡിലുള്ള ഇറക്കി വെച്ച് തപ്പേണ്ടി വരും. ഇടയിൽ എവിടെ ഏതാ കളറ് വരുന്നേ? ഈ അടപ്പ് പറ്റുമോ? ആ ചേട്ടാ, ഇത് ഇതിൻ്റെ അടപ്പ് സെറ്റ് ആവാൻ ചേട്ടാ കണ്ടിട്ട് കിട്ടും. വെള്ളത്തിൻ്റെ ടാങ്കിലെല്ലാം കിട്ടാം. ഇതൊന്ന് വെറുതെ വെച്ച് നോക്കിയാണ്ട് ചേട്ടാ. തിരിയണ്ടോ? ഉള്ളിന്നാ തിരിയണ്ടോ? എവിടെ? അത് കാണാൻ പോലും ഇല്ല. ആ തിരിയുന്നുണ്ട്. ആ അത് തിരിയുന്നുണ്ട്. ഇവിടെ ഒരു ബോൾട്ട് ഇടാനും ഉണ്ട് അതിൻ്റെ ഇപ്പുറം. ആണ് ചേട്ടാ, ഇത് ഇത് മറ്റേത് വേണം. മതിയേ. അല്ലാണ് ചേട്ടാ,
ഇവിടെ 2-3 ബോൾട്ട് ഇടണം, ഇട്ടിട്ടില്ല. ആ ഇതിൻ്റെ ഫീസിൻ്റെ താഴത്തെ സാധനത്തിന്. ഇത് ഇവരെ കവറാണോ അവരുടെ കവറാണോ? ഗൈസ് ഫൈനലി പോർട്ടലിൽ ഫോൺ വന്നു. നമ്മുടെ ഫോൺ ഇതാണ്. ഇത് എന്താവുന്നൊന്നും അറിയത്തില്ല, ഉപയോഗിച്ച് നോക്കാം. അതായത് ഇതിന് സോഫ്റ്റ്വെയർ ഇഷ്യൂ അങ്ങനെ എന്തോ സാധനമാണ്, എന്നാന്ന് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. സാധനം ഓണാക്കി ഇനി വീഡിയോ പിടിക്കുന്നത് ഇതിൻ്റെ അകത്തായിരിക്കും. അവൻ ആ ടോപ്പ് അതിൻ്റെ മേളിൽ വെച്ചെന്നാണല്ലോ പറയുന്നത്. ആണോ? കിട്ടുമോ? പിന്നെ ഇവിടെ വെച്ചെന്നാ പറയുന്നത്. അതല്ല ഇത് ഞെട്ട് അത് ആ ഫീസ് ബോക്സിലാണ് ഞെട്ട്. ഒരെണ്ണം സെപ്പറേറ്റ്. ഫീസ് ബോക്സും കൂടി കൂടി കണ്ടാവുള്ളൂ. ഇല്ല ആ ഫീസ് ബോക്സ് കറക്റ്റാ. ഫീസ് ബോക്സിലാണ് ഞെട്ടിരിക്കുന്നത്. അടപ്പില്ല. അടപ്പ് ആൻഡ്രു ചേട്ടൻ ഒപ്പിച്ചേരാന്ന് പറയുന്നത്. അല്ല ഇവിടെ ഇറക്കിയിട്ട് ആൻഡ്രു ചേട്ടാ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു അവൻ പറയുന്നത്. പിന്നെ കാണാവേ. ശരി. ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നാണോ പറയുന്നത്? അവനുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ സാധനം കാണുന്നില്ല. അത് വലിയ വിഷയമില്ല. ടാങ്ക് മാറ്റാൻ ദിവസം കിട്ടുമോ? പഞ്ചാബിൽ നിന്ന് വല്ലതും വരും. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ വണ്ടി ഇറക്കാൻ വേണ്ടി പോവാണ്. എല്ലാ സാധനം ഓക്കെ അല്ലേ ആൻഡ്രു ചേട്ടാ? അല്ല കല്ലുതാ. വേറെ ഒന്നും അമങ്ങി പോകുന്നില്ലല്ലോ ആൻഡ്രു ചേട്ടാ. ഈ സാധനം ആയിക്കോട്ടെ, ഇതൊക്കെ ബാക്കോട്ട് എടുക്കുമ്പോ ഏതാ ഇത്? ഏതൊന്നും പ്രശ്നമല്ല. ഞാൻ അങ്ങനെ പോവാ. നീ ആ മൂല അമിത നീ അവിടെ ഇരിക്കണ മൂല പോയി നോക്കിയേ. മൂല മാറി നിൽക്കണേ. എടാ ഇത്രയും ദൂരത്ത് നിൽക്കണേ. എടാ ലിബിന് അമിതോട് നീങ്ങിക്കാൻ പറയണേ. അമിത മാറിയിരിക്കണേ. അവിടെയാണ് വിഷയം. അവിടെ ആ സൈഡിൽ നിന്നുള്ള വണ്ടി കൂടെ ഒന്ന് ബ്ലോക്ക് ആക്കിയാലേ. ആൻഡ്രു ചേട്ടാ എവിടെ വെക്കുക? ക്ലച്ചിന് ഇച്ചിരി ടൈറ്റ് കൂടിയല്ലോ. പുക ഉണ്ടല്ലോ ആൻഡ്രു ചേട്ടാ. പമ്പ് എന്തായാലും കാണിക്കണം. ആണോ? ആ ഫ്രണ്ടിലെ പൈപ്പ് മാത്രം ഊരി കളഞ്ഞാലോ? പച്ച പൈപ്പ്. എടാ ലിബിന നേരല്ലേ? കട്ടായി. അപ്പുറം ചാടുവോ? വണ്ടി മാറ്റി കൊടുക്ക. അവിടെ ഒതുക്കാൻ പറ്റും. അങ്ങോട്ട് വെച്ചു തരുമോ? കാറ് മാറ്റേണ്ടി വരും. എടാ അമിത വണ്ടിയുണ്ട്. വണ്ടിയുടെ ക്ലച്ചിനൊരു ടൈറ്റ്. പിന്നെ അതേപോലെ തന്നെ വണ്ടി സ്റ്റിയറിങ് തിരിയുന്നില്ല കേട്ടോ. കണ്ടോ? ആ സൈഡിലേക്ക് തിരിയും, ആ സൈഡിലേക്ക് തിരിയാൻ വമ്പം പാടാ. കണ്ടോ? ടൈറ്റാ. ഒരു സൈഡിലേക്ക് തിരിയാൻ വമ്പൻ ടൈറ്റാ കേട്ടോ. ഒരു സൈഡിലേക്ക് വണ്ടി തിരിയും, ഒരു സൈഡിലേക്ക് വണ്ടി തിരിയൂല. അങ്ങനെയല്ല ആൻഡ്രു ചേട്ടാ? ഒരു സൈഡ് ഒരു കുഴപ്പമില്ല, പുഷ്പം പോലെ തിരിയും. ഒരു സൈഡിലേക്ക് സാധനം തിരിയൂല. കണ്ടോ? നിന്ന് കണ്ടോ? സ്റ്റക്കായിട്ട് നിന്ന് കണ്ടോ? സ്റ്റക്കല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഫടാഫട്ടായിട്ട് ഒരു ഒറ്റ സ്റ്റെക്കാ. പക്ഷെ നമ്മളിത് കൊണ്ടുവരുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മൾ ലീക്ക് ഉണ്ടായിട്ട് ശരിക്കും ഇത് ലീക്ക് ഉള്ളതുകൊണ്ട് കൊടുത്താ കേട്ടോ. അല്ലെ അത് പണിയാൻ കൊടുക്കത്തില്ല. അല്ല ഇത്ര നമ്മൾ പഞ്ചാബിൽ നിന്ന് ഓടി വന്ന വണ്ടിയല്ലേ. പവർ സ്റ്റിയറിംഗ് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ലീക്ക് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാധനം കൊടുത്തത്. വണ്ടി
അവിടെ നിന്ന് ഇവിടെ വരെ ഓടിയിട്ടുള്ളൂ 500 മീറ്റർ. 500 മീറ്റർ. അതേക്ക് ബ്രേക്കൊക്കെ ഭയങ്കര കേസ് കേട്ടോ നമ്മുടെ ബ്രേക്ക്. മീൻ വണ്ടിക്ക് തുല്യ നമ്മുടെ ബ്രേക്ക്. ശേ എന്താണോ അതെന്താ അങ്ങനെ സംഭവിച്ചേ? റിപ്പയർ ചെയ്ത് ശരിയായിട്ടില്ല. അതാ ആണ്ടിച്ചാൻ അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കട്ടോ വണ്ടി. വണ്ടി മാരക ലുക്കാട്ടോ. ഈ നീലപ്പെയിന്റ് ഈ സൈഡ് നല്ല ലുക്കാ. ഫ്രണ്ടിലെ ഗ്രില്ലേൽ അടിച്ച പെയിന്റ് പാളിപ്പോയി. വണ്ടിയുടെ ഫ്രണ്ടിൽ ഗ്രില്ലേൽ അടിച്ച പെയിന്റ് വാണക്കേസായി കേട്ടോ. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ ആ ഒരു പീസ് മാത്രമേ വിഷയമുള്ളൂ. അത് മാറ്റിയടിക്കാം. ശേ എന്താ ചെയ്യുന്ന ചേട്ടാ? ഇപ്പം വിളിക്കാന്നൊക്കെയാണ് പറയുന്നത് പുള്ളി. നമ്മൾ നമ്മുടെ മറിച്ച് കൊടുക്കണം ചേട്ടാ. മറിച്ച് കൊടുക്കണോ? ബോഗി ക്യാബിൻ മറിച്ച് കൊടുക്കണം. ലിബിനാ ക്യാബിൻ മറിച്ച് കൊടുക്കണം. ഒരു ഇച്ചിരി ബാക്കോട്ട് ഇറക്കി വെക്കണമായിരുന്നു എൻ്റെ ചേട്ടാ വണ്ടി. ആൻ്റെ ചേട്ടൻ തുറന്ന് ഒറ്റയടിക്ക്. വളഞ്ഞതാക്കോലായിരുന്നു. ഇവിടെ ഓക്കെ കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട്. ആളെത്തി കേട്ടോ. ആരുടെ അതിൻ്റെ അകത്തുള്ള? ഇറങ്ങിയോ മൂടി അടച്ച എൻ്റെ തിരിക്കാതെ പെതിയെ വന്നാൽ മതി കേട്ടാ. പെതിയെ അതാ പറഞ്ഞ അമാരും അതിൻ്റെ ചർച്ച. നിങ്ങൾ എല്ലാവരും കയറിയോ? ഏടാ ചവിട്ടി അറിയാലോ കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ അടിയിലാണ് നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞിട്ട് കയറണേ. പറഞ്ഞിട്ട് കയറാമല്ലോ കേട്ടോ വണ്ടിയിൽ. അല്ല അവനെ കയറ്റി ഞാൻ ഇറക്കിയും വിട്ടതാ. ഇവൻ അതിനകത്ത് കയറി കൈസ അറിയാലോ കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സാധനം എല്ലാം ഇവിടെ താത്തിട്ടൊക്കെ ലിവർ ലോക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി എന്താ അറിയില്ല. പവർ സ്റ്റിയറിംഗ് തിരിയുന്നില്ല. നമുക്കൊന്ന് നോക്കാം. എല്ലാത്തിൻ്റെ ഒരു വഴിയുണ്ടാവും. മഴ പെയ്ത് ഇതായി കിടക്കുന്ന കേട്ടോ. താന്ന് കിടക്കുന്ന കണ്ടോയിരുന്നു മഴ ആയിരിക്കും. എന്നാ നമുക്കറിയത്തില്ലോ. ആണ്ടിച്ചാൻ്റെ ലോക്ക് ഇപ്പോൾ സക്സസ് ആയെന്നറിയാം. സക്സസ്സാ? അല്ലല്ല അങ്ങനെ ആവൂല. ഞാൻ മറക്കി കൊടുക്കാം. ആട്ടെ ഹായ്. പ്രത്യേക സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇതാക്കേണ്ട രീതിയുണ്ട്. അല്ലാതെ ഇതാവൂല കേട്ടോ. അന്ന് ഞാനും ഇതേപോലെ ഞാൻ ആക്കണം ചേട്ടാ. എനിക്കിനി പ്രാക്ടീസ് എടുക്കേണ്ട ആളാണ്. കാരണം ഞാനാണല്ലോ ഇത് ചെയ്യണ്ടേ. ഇതിങ്ങനെ ആക്കണം. ഇതുകൊണ്ട് ഇതിങ്ങനെ ഫുള്ളാക്കണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് പൊങ്ങൂല. എനിക്കറിയത്തില്ല കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. ചേട്ടാ ലോക്ക് ആയിട്ട് കയറാവുള്ളേ? ലോക്ക് ചെയ്യണ്ടേ? അതെ ആ ലോക്കം കിട്ടാനേ. എന്താ രസമല്ലേ. പണ്ടത്തെ എൻ്റെ ഞങ്ങളൊക്കെ ഈ നോർത്ത് ഇന്ത്യ പോകുന്നത് ഇങ്ങനത്തെ വെള്ളമുണ്ട് അടിച്ചടിച്ചെടുക്കുന്നത്. ശരിക്കും ഈ പണിക്കാർക്കേ എന്തെങ്കിലുമൊക്കെ പണി വേണമെന്ന് പറഞ്ഞ് വണ്ടിക്കാർ ഒപ്പിച്ചാക്കുന്ന വണ്ടി കമ്പനികൾ ഒപ്പിച്ചാക്കുന്ന ഓരോ പരിപാടിയാണ്. കാരണം ഈ വണ്ടിപ്പണി എന്ന് പറഞ്ഞാൽ ഇരുന്നുള്ള പണിയല്ലേ. അങ്ങനെ നമുക്ക് എന്താ പറയുക വലുതായിട്ട് ശരീരം അനങ്ങേണ്ട ഒരിതില്ല. ക്ഷീണം, ടയേർഡ്നെസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് വണ്ടിപ്പണിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അല്ലാതെ പിന്നെ മടുപ്പ് അല്ലേ. അധ്വാനപരമായിട്ടൊരു പരിപാടിയില്ല. ഇപ്പോൾ കരിങ്കല്ല് പൂക്കുക അങ്ങനത്തെ പരിപാടി എന്ന് വെച്ചാൽ അധ്വാനം കൂടിയ പണിയാണ്. ഇത് അധ്വാനം അത്ര കൂടുതലുള്ള പരിപാടിയല്ല. ബുദ്ധി ഉപയോഗിക്കാൻ കിട്ടും. ഡ്രൈവിങ്ങിൽ ബുദ്ധി ഉപയോഗിച്ചാലേ കിലോമീറ്റർ കുറയുള്ളൂ. എടുക്കോട്ടല്ലുണ്ട്. ഡ്രൈവിങ്ങിന് ബുദ്ധി ഉപയോഗിച്ചാൽ കിലോമീറ്റർ കുറച്ച് മൈലേജ് പിടിച്ച് ഓടിക്കാം. ബുദ്ധി ഇല്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജും ഉണ്ടാവില്ല, ഒരു കോപ്പും ഉണ്ടാവില്ല, മുതലാളിക്കിട്ട് കിട്ടും. ഇപ്പോൾ അറിയാം എന്നാന്നുള്ളത്. ആണ് നമ്മുടെ പമ്പ്. സാധനം സ്റ്റക്കായിട്ട് നിൽക്കുക ഒരു സൈഡിലേക്ക്. ഇങ്ങോട്ട് തിരിയുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് തിരിയുന്നില്ലല്ലോ. ഇപ്പം അറിയാം നമുക്ക് എന്നാന്നുള്ളത്. നമ്മളവിടെ നിന്ന് ഓടി വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മളിതിന് ലീക്കുള്ളതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിന്നത്. ലീക്ക് ഉണ്ടെന്ന് ഓർത്ത് ഒന്ന് ചെയ്തതാണ്. പക്ഷെ അതെന്താണ് അങ്ങനെ വന്നതെന്ന് അറിയത്തില്ല കേട്ടോ. നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നാന്നുള്ളത്. പറയാൻ പറ്റുമോ എന്നാന്നുള്ളത്. ചേട്ടൻ നോക്കുന്നുണ്ട്. ലീക്കുണ്ടല്ലോ അപ്പോൾ ഒരു ഭംഗി. ഇനി അവിടെ മാത്രമായിട്ട് ലീക്ക് വേണ്ട. അപ്പോൾ ആ ലീക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പമ്പൊന്ന് വൃത്തിയാക്കിയതാണ്. ഒരു വണ്ടി എന്ന് പറഞ്ഞാണ്ടല്ലോ നിങ്ങൾ ചിന്തിച്ച് വെക്കണം. പമ്പ്, നോസിൽ, ടെർബോ, പിന്നെ എൻജിൻ ഭാഗം, ടയർ ഭാഗം, ബോഡി ഭാഗം, ഇലക്ട്രിക്കൽ ഭാഗം, എത്ര വിഭാഗങ്ങളല്ലേ. ശരിയല്ലേ? ഇത്രയും സെക്ഷനുള്ള വേറൊരു സംഭവമില്ല. അതുകൊണ്ട് എത്ര ആൾക്കാരെ ജീവിക്കുന്നത്. പക്ഷേ എവിടെയെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻറ്റ് കിട്ടിയാൽ ഇതേപോലെ ഇരിക്കും. ഇതിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് എന്താണാവോ അങ്ങനെ വരാൻ കാരണം. ആൻറ്റി ചേട്ടൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എക്സ്പീരിയൻസ് ഓഫ് നെക്സ്റ്റ് ജനറേഷൻ എന്നാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പറഞ്ഞിരിക്കുന്നത്. എന്നാ ആൻറ്റി ചേട്ടൻ പറ ആൻറ്റി ചേട്ടാ. അതായത് ആൾ കയറി വണ്ടി
സ്റ്റാർട്ടാക്കി തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ സൈഡിലേക്ക് തിരിയും, അപ്പുറത്തെ സൈഡിലേക്ക് തിരിയൂല കേട്ടോ. നമുക്ക് ബേക്കിൽ കൂടെ പോവാം. ഈ വണ്ടിയുടെ ഇതിനൊരു കുഴപ്പമില്ലായിരുന്നു ഗൈസ്. അതിന് ലീക്കല്ലേ എന്ന് ഓർത്ത് നമ്മൾ അതിന് പോയതാ. പക്ഷെ അത് വലിയൊരു മണ്ടത്തരായിപ്പോയി. ഊരുണ്ടായിരുന്നു, അതുകൊണ്ടൊരു കാര്യമില്ല. ഏകദേശം തിരിച്ചു നോക്കുന്നുണ്ട്. അങ്ങോട്ട് തിരിയും, ഒരു കുഴപ്പമില്ല. ഒച്ചപ്പാട് ഇങ്ങോട്ടാണ് പ്രശ്നം. കണ്ട അങ്ങോട്ട് ഓക്കെയാണ്. ചേട്ടൻ തിരിച്ചടിച്ചേ. കണ്ട എന്തായാലും വിളിച്ച് വിവരം പറ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കണമെങ്കിൽ എനിക്ക് ലേബർ കേട്ടോ. ഇനി ഇവരേറ്റതല്ലോ രണ്ടു അഴിച്ച് എന്താ 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 കേട്ടോ ചേട്ടൻ ഇപ്പൊ എന്നെ റെക്ടിഫൈ ചെയ്തേ? വാൽവിന്റെ കംപ്ലൈന്റ് തോന്നുന്നു. മറ്റേ ഷാഫ്റ്റ് മറ്റേ മോളെ റോട്ടറും ഇല്ലേ, ആ ഈ മറ്റേ ബോക്സിന്റെ അല്ലേ? പക്ഷേ അത് വന്നപ്പോൾ നമ്മൾ ഇപ്പം അവർ പുള്ളി പറഞ്ഞോളൂ നമ്മളോട് പറഞ്ഞു വെച്ചാൽ ലീക്ക് ഉണ്ടാവുന്നല്ലേ. ലീക്ക് നമുക്ക് പ്രശ്നമല്ല, ലീക്ക് കൊണ്ട് നമുക്ക് പ്രശ്നമല്ല, നമ്മളോട് പറഞ്ഞതല്ലേ. പക്ഷേ ഇത് ഒരു ബെസ്റ്റോട് വരുന്നില്ലല്ലോ. ടൈറ്റും ഉണ്ടാവും പറഞ്ഞു. ടൈറ്റും അല്ലല്ലോ കേട്ടോ, ഇത് സ്റ്റക്കായി നിൽക്കുമല്ലേ. സ്റ്റക്കായി നമ്മൾ പറയുന്നത്. എടുത്ത് ഫ്രണ്ടി വെക്കണോ? എവിടെയാ വെഹിക്കിൾ സാധനം എടുത്ത് വെച്ചാലോ? ഇങ്ങനെ ആരൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ലാസ്റ്റ് ഒരു തുണിക്ക് മറുതുണി ഇല്ലാതെയാ പോയിരിക്കുന്നത്. ഗൈസ് നമ്മുടെ വണ്ടി ലോക്ക് ചെയ്ത് പിടിക്കും. ഇനിയിപ്പോ ഒന്നും നടക്കൂല, എല്ലാം പരിപാടിയും പാളി. ലിവിനെ ഒന്ന് സെറ്റാക്കി വെക്കാൻ പറ മൊത്തം. ലിവിനെ എല്ലാ പരിപാടിയും പാളി. അപ്പൊ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, കഴിഞ്ഞു. ഇനിയിപ്പം ആവശ്യമില്ലാതെ നമുക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല ഇത് എന്ന് തീരും, എങ്ങനെ തീരും. കാരണം ആൻറ്റിച്ചേൻ്റെ അടുത്താണ് എനിക്ക് ആൻറ്റിച്ചേട്ടൻ ചോദിക്കാം എന്ന് തീരും ആൻറ്റിച്ചേട്ടാന്ന്. പക്ഷേ ഇതിപ്പം വേറെ മൂന്നാമതൊരാളുടെ കയ്യിലാണ്. ഇതിൻ്റെ സാധനം കിട്ടുമോ, ഇതിൻ്റെ അത് കിട്ടുമോ, ഇത് കിട്ടുമോ എന്നൊക്കെ നോക്കണം. അമിത നിനക്ക് പൊക്കില്ല, നീ വന്ന് ആ ബേക്കിൽ സാധനം എടുത്തേ. ഇങ്ങ് വന്നടാ, മസാല ദോശ മേടിച്ചേട്ടാ മോനെ. ആൻറ്റിച്ചേട്ടാ ഒരു സാധനം എടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് തരുമോ? ആ ചെയ്തു ബേക്കിൽ. അല്ലല്ല ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് കണ്ടോ ബേക്കിലിരിക്കുന്ന സാധനം. ആ അത് മാത്രം ഇവിടെ വെച്ചേക്കാം. ആ സൈഡിലെ ഗ്ലാസ് അടയ്ക്കണ്ടേ? ഇല്ലില്ല, ഇത് ടെക്നിക്കുണ്ട്, ടെക്നോളജിയാ. കട്ടൗട്ടർ ഓഫ് ആക്കണം. ആ അത് തന്നെ. ഇതിനടാ പൊക്കം ഇല്ലേ, പെട്ടെന്ന് പൊക്കം പോയ എൻ്റെ വണ്ടിക്ക് പൊക്കം കൂടിയതാ. വണ്ടിക്ക് പൊക്കം കൂടിയതാ. ഇതിനാ നേരെ അടക്കട്ടെ കേട്ടോ വണ്ടി. ഇനിയിപ്പോൾ എന്നെടുക്കാൻ പറ്റും? ഇതാണ് ഒരു സാധനം അരിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു, വെറുതെ അരച്ച സൂത്രം കാണിച്ചത് കണ്ടോ. ഇതാണ് യാസ്പ പെയിൻറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്ത് അടിച്ചു കഴിഞ്ഞുള്ള വിഷയം. കണ്ട ഇതുണ്ടടാ, ആ പഴയ പെയിൻറ്റ് പൊളിഞ്ഞു വരുന്നുണ്ടോ, പൊങ്ങി ഈ സാധനം പോയോ? ഇല്ല, ഇതിങ്ങനെ. ആ എൻ്റെ ചേട്ടൻ്റെ വർണ്ണനയൊക്കെ കൊള്ളാം. ഞങ്ങളുടെ ആരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കയറിക്കടാ. ആയിക്കോട്ടെ. അതുകൊണ്ടല്ലേ നമ്മളൊരു മുൻകരുതലെടുക്കണം, മനസ്സിലായോ? എന്നോട് ആരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ലാസ്റ്റ് ഞങ്ങൾ നിക്കറ് മാത്രം ഇട്ടാ പോയെ. അതുകൊണ്ട് നമ്മൾ അത് സൂക്ഷിച്ചേക്കാം. അപ്പം ഒരു മുൻകരുതൽ. ഞാൻ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് ചെല്ലാൻ നിന്ന് കുളിക്കാനൊക്കെ, ഒരു വണ്ടി കഴുകാനൊക്കെ ഉപയോഗിക്കാം. ഇതാണോ ഒരു ബോക്സ്? അത്രേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾ ഇങ്ങനെ ആക്കിയോ? അപ്പൊ എത്ര ബോക്സ് അത്? ഇല്ല, ഒരു ബോക്സ് എന്ത് വെച്ചിട്ടുണ്ട്. ഒരു ബോക്സ് ശരിയാ, ബോക്സ് ഞാൻ എടുക്കാൻ മറന്നു പറഞ്ഞു. ഇനി എന്നാ വെള്ളം എടുത്ത് വെക്കാനുള്ള? കഴിഞ്ഞു. വണ്ടി നല്ല സ്മൂത്തായി. എഞ്ചിൻ ഓയിൽ മാറിയപ്പോൾ തന്നെ അതിൻ്റെ പെർഫോമൻസ്. ക്ലച്ചിൻ്റെ എന്താ പൈപ്പ് വാങ്ങണ്ടേ? പൈപ്പ് എന്താ വാങ്ങണ്ടേ? അതിന് ചേട്ടാ ആ എഞ്ചിൻ ഓയിൽ മാറിയപ്പോൾ തന്നെ വണ്ടിയുടെ ആ റണ്ണിങ്ങിലും അതിൻ്റെ പെർഫോമൻസിനും വ്യത്യാസം വന്നു, നല്ല വ്യത്യാസം വന്നു. സ്റ്റെപ്പ് കയറ്റി വെക്കണേ, ഞാൻ കാണിച്ചു തരാം കൂട്ടാ. ഇങ്ങനെ അത് കെട്ടിക്കടാ, മറ്റേ ഇവിടെ നിന്ന് കെട്ടിക്കടാ.
അമിത്തിന് പൊക്കമുള്ളതുകൊണ്ട് വിഷയമില്ല. നമ്മൾ കുരുടന്മാരായതുകൊണ്ട് കറക്റ്റ് എത്തൂല. ചെരുപ്പ് കണ്ണിട്ടായിരിക്കും, അത് നിനക്കറിയത്തില്ല. തമിഴന്മാരല്ല, 60% ആൾക്കാർ ഇന്ത്യയിൽ ഇത് കിട്ടുന്നുണ്ട്, 40% ആൾക്കാരെ കിട്ടാത്തേ ഉള്ളൂ. അപ്പോൾ മെജോറിറ്റി ആളുകൾ ചെയ്യുന്നില്ലേ? ആൻറ്റിച്ചേട്ടന് അന്ധവിശ്വാസമൊന്നുമില്ല. വാടാ, നിനക്ക് എത്തുള്ളൂ, എനിക്ക് എത്തത്തില്ല. എടാ അമിത്തേ, ഇത് കണ്ടോ അമിത്തേ, ഒരു ആണി പോലെ സാധനം പൊങ്ങി വയ്ക്കുന്നത്, ഇത് കണ്ടോടാ? അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കി താത്തിയാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എത്ര ദിവസമായി റെസ്റ്റ് ചെയ്യുന്ന വണ്ടി? 5-6 ദിവസമായി. 6ാം ദിവസം. ഇനി 7 ആ താന്നോ? ആ 5 ദിവസമല്ലേ? താന്നോടാ, ടിക്കുന്നൊരു ഇത് വരും. എന്നിട്ട് കൈ കൊണ്ട് അമിത്ത സ്റ്റെപ്പ് കയറിക്കേ. നിനക്ക് ഇത്രയും പൊക്കമുള്ള നീ പൊക്കം ഒക്കെ ഉപയോഗിക്കേ. ഒന്നേ കുളിക്കടവില്ലല്ലേ, എവിടെയെങ്കിലും പോയി ഉപയോഗിക്കേ. ആ ഞെക്കിക്കേ താത്തിക്കേ. ഇല്ല, ലോക്കാണടാ. ഇറങ്ങിക്കേ, നോക്കാമല്ലോ നമുക്ക്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വണ്ടിക്ക് ഭയങ്കര വലിപ്പം. അല്ല, താക്കോല് ചുമ്പിട്ട് താക്കോലിട്ട് തിരിക്കുക. താക്കോലുണ്ട്, എന്നാലും ഞാൻ താക്കോലില്ലാതെ ഒന്ന് തിരിക്കാമല്ലോ. ഇല്ല, അങ്ങനെ ലോക്കാണെന്നുണ്ടെങ്കിൽ അല്ല അതാ പറ്റുന്നില്ലാത്ത ആകുന്നില്ലാണ്ട് ചേട്ടാ. ആ ചേട്ടാ, അതും കൂടെ എന്തെങ്കിലും ഒരു ഉടായ്പ പരിപാടി ആക്കി തരുമോ? ഇനി ഇതിങ്ങനെ പിടിച്ചിട്ട് അടക്കണം. ആ മനസ്സിലായോ? ആ ലോക്കായില്ല. സാധാരണ അല്ല അല്ല, ഇങ്ങനെ തള്ളിയാൽ മതിയായിരുന്നു ഇതിന്. സാധനം വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആക്കി തരുമോ? വെൽഡ് ചെയ്തിട്ട്. നാളെ ആണ്ടി ചേട്ടൻ ഉണ്ടാവോ? നാളെ കഴിഞ്ഞോ? നാളെ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. എനിക്കുള്ള പണികൾ മുഴുവൻ വണ്ടികൾ ഇവിടെ വരുള്ളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വീട്ടിലാ? വീട്ടിൽ വന്നപ്പോൾ എല്ലാം എടുക്കുന്നത്. അല്ല, അപ്പം നാളെ പിന്നെ അയാൾ നാളെ തന്നെ ശരിയാക്കി തരുവാണെങ്കിലോ? അത് നാളെ തന്നെ നമുക്ക് കയറ്റും. എനർജി സാധനം അവിടെ കിട്ടുന്നതനുസരിച്ച് നമ്മൾ നാളെ നമുക്ക് സ്റ്റഡി ക്ലാസ്സിന് പോകാൻ കേട്ടോ. ഇവനെ എവിടെയാ? പ്രിൻസിപ്പാളിൻ്റെ അവിടെ. നമുക്ക് പിന്നെ എഞ്ചിനും ഗിയർ ബോക്സും മറ്റു സാധനങ്ങൾ ഇറങ്ങുന്നത് പഠിക്കാൻ പോവാം. അതെ അതെ, പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മൾ യൂറോപ്പിൽ പോകുന്നല്ലേ, അവിടെ നിന്ന് പണിയെടുക്കാൻ പറ്റില്ല. എന്നാൽ സ്റ്റഡി ക്ലാസ് നാളെ. ആ എല്ലാം മറ്റേ ഇത് പഠിപ്പിച്ചു തരാമെന്ന്. നാളെ രാവിലെ സ്റ്റഡി ക്ലാസ് ഇങ്ങോട്ട് വന്നേ, ഒരുമാതിരി എല്ലാ പരിപാടിയും പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. നാളെ അവിടുത്തെ സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ. തെറി കേട്ട് ചാവൂലോ വണ്ടാരം നാളെ. ആ കട്ട് ഓഫ് ആക്കണം. ഓഫാക്കി. ആണ്ടി ചേട്ടൻ ഓഫാക്കിയോ? എല്ലാം നോക്കിയേക്കാം. എന്തൊക്കെ പ്രതീക്ഷ ഇപ്പൊ പോകാൻ നിർത്തി ഞങ്ങളെല്ലാം ആയതാ. എന്തൊക്കെയായിരുന്നു? ഒരു ഗിയർ ബസ്. ഈ വണ്ടി പരിപാടി അങ്ങനെയാ, അതിനകത്ത് പറഞ്ഞില്ല. വണ്ടി പരിപാടി അങ്ങനെ തന്നെയാണ് ചേട്ടാ. ലാസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പോവാടാ ഇതേ വേണം ഇതിട്ട് ഓടിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അത് വലിയ കുരിശായി മാറും. അല്ല ഞാനല്ല, ഒരു ഹൈവേ നമ്മളിങ്ങനെ ഒരു യൂട്ടേൺ തിരിയാ, അവിടെ ഒരു സാധനം തിരിയാവുന്ന എന്ത് ചെയ്യും? വലിയ തെറിയും ബഹളവും പോലീസുകാരെ കൊണ്ടുള്ള തള്ളീരും നാട്ടുകാരും. ആലോചിക്കാൻ പറ്റില്ല ഇത്ര ആരോപണം. നിനക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാൽ നിനക്ക് ഞാനൊരു കഥ പറയാം. പണ്ട് 2022 പിന്നെ 22 ഞങ്ങൾ താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ട് പോവുക. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു എടുത്തു വന്നു. ഞാൻ വണ്ടി എടുത്തു, വണ്ടി ഓഫായി പോയി. ലാസ്റ്റ് പോലീസുകാർ വന്ന് വണ്ടി മാറ്റണമെന്ന് പറഞ്ഞു. എന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുള്ളൂ, തള്ളിയെ നീങ്ങൂലാന്ന്. പിന്നെ പോലീസും നാട്ടുകാരെല്ലാം കൂടിയുള്ള ഒരു കർമ്മമായിരുന്നു അവിടെ. ലാസ്റ്റ് അവർ തള്ളി തന്നു. ഇത്രയും കേട്ടില്ലേ? ബാക്കി ഞാൻ അടിച്ചു നോക്കിയാൽ മതി ഓൺലൈനിൽ കേട്ടോ. ആ ഇതുകൊള്ളൊന്നും ഞാൻ നിന്റെ വീട് ഇവിടെ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇതിന് കൂട്ടുകാരോട് രാത്രി പുള്ളി വിളിക്കൂലേ? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണേ. ആ അവിടെ എടുക്കാം കേട്ടാ. നിന്റെ വണ്ടി ഇനി ആരെ കയറ്റാൻ സമ്മതിച്ചാക്കില്ല കേട്ടോ. കേട്ടാ, ഓടിച്ചാക്കണം. എനിക്ക് അങ്ങോട്ട് വരണം. ഫോൺ എടുക്കാം. ഞാൻ ആരാണ് ഓടിച്ചു വിട്ടേ? ഇങ്ങനെയാട്ടോ നോർത്ത് ഇന്ത്യൻ വീടുകൾ. ഈ മതിലിനോട് ചേർന്നായിരിക്കും വീടുകൾ. ഈ ഒരു സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു. ഇന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി അമിത്തിനെ ഞാൻ വിളിച്ചു വരുത്തി. അമിത്തിനെ ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് ഇരുമ്പലത്തിന് പോകുന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ട്രക്ക് ഓടിച്ച് പോകുന്നു. അവിടുന്ന് തിരുവല്ലയ്ക്ക് പോകുന്നു. എക്സ്റ്റോസ്റ്റ് അടിക്കുന്നു. എന്തൊക്കെ പ്ലാനായിരുന്നു. എല്ലാ സംഭവം പാളിപ്പോയി. ഒരു കണക്കിന് നന്നായി കേട്ടോ. ഇവനെ ഇവിടെ വെച്ച് കംപ്ലൈന്റ് ആയേ. അതെ, നമ്മൾ നാട്ടിലേക്ക് എന്നിട്ട് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ? ബൈക്ക് വെച്ച് കംപ്ലൈന്റ് ഒക്കെ ഇവിടുത്തെ ഈ സാധനം അവർക്ക് അറിയെങ്കിലും ചെയ്യാം. വേറെ കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ മെക്കാനിക്കിന്റെ ഫ്രണ്ട് വെച്ചാണ് സംഭവം കംപ്ലൈന്റ് ആയത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു 50 മീറ്റർ ഇപ്പുറം വന്നതിന് സാധനം പോയെ പറഞ്ഞു. അവർക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. അവർ വൈകുന്നേരം വിളിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. സാധനം കിട്ടണം, എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. എങ്ങനെയാവുമെന്ന് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. നമ്മളൊരു പ്രതീക്ഷയിലാണ്. അപ്പം ഇത് എങ്ങനെയാ എപ്പോഴാണ് തീരുക ഇതൊന്നും നമുക്ക് അറിയത്തുമില്ല. അപ്പം വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം. എന്തായാലും കുടുങ്ങി. ആ
സ്റ്റക്കായി സ്റ്റക്കായി. നമ്മുടെ എല്ലാ പ്ലാനും പാളി കേട്ടോ. ഇത്രയും ദിവസം നമ്മൾ പിന്നെ ഇനി പ്രിൻസേട്ടന്റെ വർക്ക്ഷോപ്പ് ഞങ്ങളുടെ വീട് പോലെ ആയി. അല്ല സ്റ്റഡി ക്ലാസ്സിന് മകൾ സ്റ്റഡി ക്ലാസ്. ഇനി കഞ്ഞിയും കറിയും കൂടെ വെച്ചാൽ മതി അവിടെ അല്ലേ. ബാക്കി എല്ലാ കാര്യമായി. അപ്പോൾ നമ്മൾ നേരെ പ്രിൻസേട്ടൻ അങ്ങോട്ട് പോവാം. അമിത് ഇന്ന് നമ്മുടെ കൂടെ നിൽക്കാന്ന് അമിത് പറഞ്ഞേക്കുന്നത് അല്ലേ. കുറച്ച് കഴിയുമ്പോൾ അവൻ അമ്മേനെ കാണുന്ന പറഞ്ഞ കാര്യം കാര്യമാടാ. ഇന്ന് കാര്യമില്ല. ഇന്ന് ഇവൻ്റെ അടുത്ത് കുറച്ച് ക്ലാസ് പഠിക്കാണ്ട് എഡിറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ചെറുക്കൻ്റെ അടുത്ത് പഠിച്ചെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ഇന്ന് വേണ്ട ഒരു ചെറിയ വീഡിയോ കീച്ചായിരുന്നല്ലേ. ഇനിയും പോട്ടെ, അടുത്ത ദിവസം നോക്കാം. ഇതല്ലേ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഒരു സാധനം എടുക്കണമെന്നുണ്ടായിരുന്നു. അല്ല, നമ്മുടെ ന്യൂജൻ ടൈപ്പിലുള്ള എഡിറ്റിംഗ് മൊത്തം നമ്മളെ പഠിപ്പിച്ചിരുന്ന അമിത. സാധാരണ എഡിറ്റർമാരൊന്നും പറഞ്ഞു തരൂല, അവരുടെ കഞ്ഞാടി മുട്ടുന്ന. ഇന്നലെ തന്നെ ഒരു വിസിലടിക്കുന്ന കേസ് വിളിച്ചു വെച്ചപ്പോ എന്നാ പറഞ്ഞത്, എന്റെ എബിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. ആദ്യം ഭയങ്കര ചിരിച്ചും കളിക്കുകയും സംസാരിച്ചേ. ഞാൻ എന്താ ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അന്നും ഇവിടെ ഫോൺ കട്ടാക്കി. ഓരോരുത്തരൊക്കെ മെന്റാലിറ്റി. നമ്മുടെ അടുത്തൊക്കെ ഒരാൾക്കാർ എന്തും ചോദിച്ചു ഞങ്ങൾ എല്ലാം അത് പറഞ്ഞു കൊടുക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടണം അല്ലേ. അത് ഞാൻ എങ്ങനെയെങ്കിലും അതിന്റെ വേറെ സാധനം, തായ്ലൻഡ് അതിന്റെ ഏരിയ ഈ സാധനം ചെയ്യുന്നതിന്റെ, യൂറോപ്പിലുണ്ട് US-ലുണ്ട് ഈ സാധനം ചെയ്യുന്നത്. എന്നാലും എനിക്കൊരു അവസരം കിട്ടും അതിനെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കാണിച്ചു തരാം. അതായത് ലിജിൻ ചേട്ടനോട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞാൽ മതി. വേണ്ട, തായ്ലൻഡിലുണ്ടെന്ന് ഈ സാധനം. ഇത് എടുക്കട്ട് സൗണ്ട് വരുന്ന സാധനം ഉണ്ട് അല്ലേ ഇതിനെ. ഇവിടെ രണ്ട് മറ്റേ ഇത് വാൽവ് വെച്ചിട്ടാണ് ഇതാക്കുന്നത്. അതിന് തന്നെ വേറൊരു സാധനം ചെയ്തിട്ടുള്ള സംഭവമുണ്ട്. തായ്ലൻഡിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പൈപ്പ് വെച്ചിട്ടുള്ളല്ലേ. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ സ്കൂട്ടിയുടെ അടുത്തെത്തി. ഇതൊക്കെ നമ്മുടെ വണ്ടിക്ക് വേണ്ടി മേടിച്ച സാധനങ്ങളാട്ടാ. ഇതൊക്കെ ഒട്ടിച്ച് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വന്നിട്ട്. ഇല്ല, നാളെ തരാമെന്ന്. ഇത് ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് ഒക്കെ വന്നു. നമുക്ക് 15-ാം തീയതി വരെ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. പേപ്പർ കഴിയും അല്ലേ. അല്ലേ, 2 ലൈറ്റ് ഇതും വെച്ചല്ലേ പിന്നെ ഗ്ലാസ്. അത് ബുള്ളറ്റിൻ്റെയാ. 2 ഗ്ലാസ് വെച്ചു. ഇത് ഹെഡ് ലാമ്പ് മേടിച്ചു. പിന്നെ അതേപോലെ തന്നെ വേറെ എന്നാ. പക്ഷേ ഇത് 15-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓടിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് അതിൻ്റെ കവറ് ഇതുണ്ടോ, അതിൻ്റെ മേളിൽ വരുന്ന കവർ കണ്ടോ അവിടെ ലിബി. ടോപ്പിൽ വരുന്നൊരു കവർ കണ്ടോ. എല്ലാ സാധനം മേടിച്ചല്ലേ. ഇതും അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും. അതായത് ഇതിനൊക്കെ ഏകദേശം എത്ര രൂപ വരുമെന്നറിയാം അവിടെ ലിബിനെ. ഇതൊക്കെ ഏതാണ്ട് 230 രൂപ കേട്ടോ. ബൈക്കിൻ്റെ സാധനത്തിനൊക്കെ പൈസ പറയാം. നമ്മൾ ഇതിന് വരുമ്പോഴാണ് പരിപാടി. വലിയ വണ്ടിക്ക് വരുമ്പോഴാണ് പൈസ കൂടുന്നത്. ഇത് വെക്കാൻ പറ്റുമോ ബേക്കി വെക്കുന്നത്? ഇത് വെക്കുന്നുണ്ടോ? ടെസ്റ്റ് കിട്ടില്ല. ടെസ്റ്റ് പാസ്സായി കിട്ടൂല. ഇല്ല, അവർക്ക് വേണ്ട കലിപ്പ് കിട്ടും. എന്നാ വേണ്ട. ഗൈസ് ഞങ്ങൾ സൈക്കിൾ മിറർ, അതിൻ്റെ ഹെഡ് നല്ല ഓട്ടോ ഇതുണ്ടോ. ഡൈനാമേന്ന് ഡയറക്റ്റ് വരുന്നുണ്ട്. നല്ല പ്രകാശമാണ്.